ഹായ് മക്കളെ, അപ്പം നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററായിട്ട് സൊല്യൂഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മക്കളെല്ലാവരും അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ സൊല്യൂഷനിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കിക്കോളാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് അല്ലേ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിലെ എല്ലാ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസും അത് റിലേറ്റഡ് ആയിട്ട് വരുന്ന പ്രോബ്ലംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കി വെക്കണം കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. Colligative properties are both properties of solution which depend on the number of solute particles in the solution irrespective of their nature. മക്കളെ ക്വസ്റ്റ്യൻ പ്രത്യേകത കേട്ടോ. എന്താണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്നുള്ളത് ഡെഫിനേഷൻ തന്നിട്ടാണ് ചോദിച്ചിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ എവിടെയെങ്കിലും ഉണ്ടായിരിക്കും 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, വാട്ട് ഈസ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തോളൂ, ഇതുപോലുള്ള കുറച്ച് ഉടായ്പ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ തന്നെ എന്തായിരിക്കും ചെറിയ ആൻസേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും. നോക്കണം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, name the 4 important colligative properties. ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്? സോ ക്വസ്റ്റ്യൻ ബി എന്ന് പറയുന്നത്, what happen the colligative properties when the ethanoic acid is treated with the benzene give reasons. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് നോക്കാം കേട്ടോ. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്? അതിൽ ഒന്നാമത് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. ഒന്നാമത് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ആണ്. രണ്ടാമത് എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ആണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. മൂന്നാമത്തെ പ്രോപ്പർട്ടി വരും ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്. നാലാമത്തത് ഓസ്മോട്ടിക് പ്രഷർ. ഈ നാലെണ്ണമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ബിയിലേക്ക് പോവാം. ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആൻസറിലേക്ക് പോവാം കേട്ടോ. എഥനോയിക് ആസിഡ്, അതായത് നമ്മുടെ അസറ്റിക് ആസിഡ് അല്ലേ, ഇസ് എ ഡിമറൈസ് ഇൻ ബെൻസീൻ. സോ അതുകൊണ്ട് എന്ത് സംഭവിക്കും? ദ പാർട്ടിക്കിൾ ഡിക്രീസസ്, പാർട്ടിക്കിൾസ് നമ്പർ ഡിക്രീസ് ചെയ്യുന്നുണ്ട്, കുറയാണ് ചെയ്യുക. ഹെൻസ് ദ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഡിക്രീസ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? നമ്മുടെ പാർട്ടിക്കിൾ സൈസ് ഡിക്രീസ് ചെയ്യുന്നതുകൊണ്ട് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസും എന്ത് ചെയ്യുന്നുണ്ട്? ഡിക്രീസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചോളണം, കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിന്റെ ഭാഗത്ത് നിന്നാണ്. മക്കളെ ശ്രദ്ധിക്കണം, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റഡ് ആയി വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അതിൽ second question, colligative properties can be used to determine the molar mass of the solute in solution. Okay, അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, what do you mean by colligative properties? എന്താണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി കൊണ്ട് മീൻ ചെയ്യുന്നത്? സാർ പറഞ്ഞില്ലേ, അതായത് എവിടെയെങ്കിലും ഇങ്ങനെ ക്വസ്റ്റ്യൻ വരും, അപ്പോൾ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തു, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാം. അവിടെ എവിടെയെങ്കിലും കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിന്റെ ഡെഫിനേഷൻ തന്നുകൊണ്ട് എന്താണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ചോദിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. ബിക്കോസ് നോക്കിയേ, for determine the molecular mass of polymers, osmotic pressure is preferred to other properties. Why? Then question C നോക്കിയേ, for intravenous injection only solution with osmotic pressure equal to the 0.9% NaCl solution. Why? Okay, ഇതാണ് നമ്മുടെ 3 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്താ? വാട്ട് ഡു യു മീൻ ബൈ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്? എന്താണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് അല്ലേ? നോക്കിയേ, these are properties which depending on the number of solute particles and not their nature. നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അതിന്റെ പാർട്ടിക്കിൾസിന്റെ എണ്ണത്തെ മാത്രം അല്ലെ, സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെ മാത്രമേ എണ്ണത്തെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതാണ് നമ്മളുടെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ ഓക്കെ, പോളിമേഴ്സ് ഹാവ് പുവർ സോലബിലിറ്റി ആൻഡ് സോ ദെയർ സൊല്യൂഷൻ ഈസ് വെരി ഡൈല്യൂട്ട്. അതായത് നമ്മുടെ പോളിമേഴ്സിന് എന്തായിരിക്കുള്ളൂ, വളരെ ലെസ് സോലബിലിറ്റി ആണ്, അതുകൊണ്ട് ഡൈല്യൂഷൻ എന്തായിരിക്കും, കുറവായിരിക്കും അല്ലേ. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഓസ്മോട്ടിക് പ്രഷർ ഇസ് എ ലാർജ് ഈവൻ for very dilution solutions. So osmotic pressure measurement is used for the determination of their molar mass. Okay, അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത്. സോ നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതായത് തേർഡ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ഇൻട്രാവീനസ് ഇഞ്ചക്ഷൻ അല്ലേ, അതായത് 0.9% NaCl സൊല്യൂഷൻ ആണ് യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? സോ ഓക്കെ, വേറെ ഒന്നുമല്ല, നമ്മുടെ ബ്ലഡിന്റെയും അതുപോലെ തന്നെ ഈ സൊല്യൂഷന്റെയും ഓസ്മോട്ടിക് പ്രഷർ എന്തായിരിക്കുള്ളൂ, ഈക്വൽ ആണ്. അങ്ങനെ ഓസ്മോട്ടിക് പ്രഷർ ഈക്വൽ ആണെങ്കിൽ അത് നമ്മൾ പറയുന്ന പേരാണ് ഐസോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറയും. എന്താ പറയുക, നമ്മൾ അതിനെ ഐസോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറയും അല്ലേ. അപ്പൊ ഐസോട്ടോണിക് മെയിൻറ്റെയിൻ ചെയ്യാൻ, പ്രഷർ ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ 0.9% യൂസ് ചെയ്യുന്നത് കേട്ടോ. സോ ഓസ്മോസിസ് ഡു നോട്ട് ഒക്കേഴ്സ് ഇഫ് വി പ്ലേസ് ദ ബ്ലഡ് സെൽ ഇൻ ദി സൊല്യൂഷൻ. ഇഫ് ദ ബ്ലഡ് സെൽ ആർ പ്ലേസ്ഡ് ഇൻ സൊല്യൂഷൻ with a higher or lower concentration than 0.9%, the wound shrink as well. അതായത് നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ കറക്റ്റ് അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന അറിയോ, നമ്മളെ ഇഞ്ചെക്ട് ചെയ്യുന്ന സമയത്ത് ആ ഭാഗം നിന്നുണ്ട് വീർത്ത് വരാനുള്ള പോസിബിലിറ്റീസ് വളരെ കൂടുതലാണ്. വീർത്ത് വരാനുള്ള പോസിബിലിറ്റീസ് വളരെ കൂടുതലായതുകൊണ്ടാണ് നമ്മൾ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ആ ഓസ്മോട്ടിക് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഇൻട്രാവീനസ് ഇഞ്ചക്ഷൻ നമ്മൾ 0.9% സലൈൻ സൊല്യൂഷൻ യൂസ് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ഓസ്മോട്ടിക് പ്രഷർ റിലേറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. കുറേ പ്രാവശ്യം റിപ്പീറ്റഡ് ആയി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം അതിന്. ഓക്കെ, സോ അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് ആൻസറും കഴിഞ്ഞിട്ടുണ്ട്, നോക്കി വെച്ചോളാം അതിൽ. അപ്പോൾ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നതും അതിൻ്റെ പ്രോപ്പർട്ടീസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടുന്ന് പ്രോബ്ലംസും ചോദിക്കാറുണ്ട്,
ഓക്കെ, അപ്പോൾ ഇക്വേഷൻസും പ്രോബ്ലംസും ഒക്കെ എല്ലാം നല്ല വൃത്തിയായിട്ട് പഠിച്ചു വെച്ചോളണം കേട്ടോ. സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. സോ ക്വസ്റ്റ്യൻ 3 എന്ന് പറയുന്നത് liquid solution can be classified into ideal and non-ideal solution on the basis of Raoult's law. അപ്പോൾ മുകളിലെ കാര്യമാണ് ഞാൻ പറഞ്ഞേക്കാം. ഐഡിയൽ സൊല്യൂഷൻ നോൺ ഐഡിയൽ സൊല്യൂഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഐഡിയൽ സൊല്യൂഷനും നോൺ ഐഡിയൽ സൊല്യൂഷനും ഡിഫറൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഐഡിയൽ സൊല്യൂഷനും നോൺ ഐഡിയൽ സൊല്യൂഷനും ഡിഫറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ആർ ദ മെയിൻ ഡിഫറൻസസ് ഇൻ ബിറ്റ്വീൻ ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻ? ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഐഡിയൽ സൊല്യൂഷനും എന്താണ് നോൺ ഐഡിയൽ സൊല്യൂഷനും, അത് നമ്മൾ മസ്റ്റായിട്ട് എന്ത് ചെയ്തോളാം, ആൻസർ ചെയ്തോളണം. അതായത് നമുക്ക് 2 ബോക്സസ് ആക്കി ഡിവൈഡ് ചെയ്തോളണം. ഫസ്റ്റ് ബോക്സിൽ നമ്മൾ എന്ത് ചെയ്തോളണം, ഐഡിയൽ സൊല്യൂഷൻ കൊടുക്കണം. ഓക്കെ, സെക്കൻഡ് ബോക്സിൽ നോൺ ഐഡിയൽ കൊടുക്കും. നമ്മൾ ഐഡിയൽ എന്താണ്, നമുക്ക് റൗൾസ് ലോന ഒബേ ചെയ്യുന്നുണ്ട്. ദെൻ നോൺ ഐഡിയൽ ആണെങ്കിലോ റൗൾസ് ലോന നോട്ട് ഒബേ ആണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഡെൽറ്റ എച്ച് മിക്സിംഗ് ഈക്വൽ ടു 0 ആയിരിക്കും നമുക്ക് ഐഡിയൽ സൊല്യൂഷൻ. അതുപോലെ തന്നെ ഡെൽറ്റ വി മിക്സ് ഈക്വൽ ടു 0 ആയിരിക്കുള്ളൂ ഐഡിയൽ സൊല്യൂഷനിൽ. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അവിടെ വരെ നമുക്ക് നോൺ ഐഡിയൽ വരാം അല്ലെ. അതായത് ഡെൽറ്റ എച്ച് മിക്സിംഗ് നോട്ട് ഈക്വൽ ടു 0 വരും. അതുപോലെ തന്നെ ഡെൽറ്റ വി മിക്സ് നോട്ട് ഈക്വൽ ടു 0 വരും. ഇതാണ് ഇതിന്റെ മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഐഡിയൽ സൊല്യൂഷനും നോൺ ഐഡിയൽ സൊല്യൂഷൻ തമ്മിലുള്ള മേജർ ഡിഫറൻസ് അതാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്തോളാം, ഈ ഐഡിയൽ സൊല്യൂഷനും നോൺ ഐഡിയൽ സൊല്യൂഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതൊന്ന് നോട്ട് ചെയ്ത് പഠിച്ചോളണം കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ 3rd ക്വസ്റ്റ്യനിലേക്ക് വരാം. ഐഡിയൽ സൊല്യൂഷൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻ അല്ലേ, ഓൺ ദ ബേസ് ഓഫ് റൗൾസ് ലോ. റൗൾസ് ലോനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഐഡിയൽ സൊല്യൂഷൻസിന്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. അതിൽ ഫസ്റ്റ് വൺ സ്റ്റേറ്റ് റൗൾസ് ലോ. എന്താണ് റൗൾസ് ലോ? ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ബി വാട്ട് ആർ ഐഡിയൽ സൊല്യൂഷൻ. Then third question, write any 2 properties of ideal solution. Ideal solution 2 properties എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. Then question D എന്ന് പറയുന്നത് what type of deviation is shown by a mixture of chloroform and acetone. അസറ്റോണും ക്ലോറോഫോം മിക്സ് ചെയ്യുമ്പോൾ ഏത് ടൈപ്പുള്ള ഡീവിയേഷൻസ് ആണ് കാണിക്കുന്നത്. അതായത് ഐഡിയൽ സൊല്യൂഷൻ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നോൺ ഐഡിയൽ സൊല്യൂഷൻ നമ്മൾ എന്തുണ്ട്, 2 ഡീവിയേഷൻ കൊടുക്കുന്നുണ്ട്. ഒന്ന് പോസിറ്റീവ് ഡീവിയേഷനും മറ്റേത് നെഗറ്റീവ് ഡീവിയേഷൻ. ഇവിടെ നമുക്ക് ഒരു മിക്സർ കണ്ടിട്ടുണ്ട്, ക്ലോറോഫോം അസറ്റോൺ. അപ്പോൾ ഈ ക്ലോറോഫോം അസറ്റോൺ മിക്സ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ഡീവിയേഷൻ ആണോ നെഗറ്റീവ് ഡീവിയേഷൻ ആണോ കാണിക്കുന്നത്, അത് നമ്മൾ കണ്ടുപിടിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കണ്ടിട്ടുണ്ടായിരുന്നു, പോസിറ്റീവ് ഡീവിയേഷൻ നെഗറ്റീവ് ഡീവിയേഷനും. ആ എക്സാമ്പിൾസ് നോക്കിയിട്ട് അതൊന്നും പഠിച്ചു വെച്ചോളണം. എന്നാലും മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ക്വസ്റ്റിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. സോ അപ്പോൾ നമുക്ക് നേരെ എന്തിലേക്ക് പോകാം, ആൻസറിലേക്ക് പോകാം. അതായത് നമ്മുടെ Raoult's law. The Raoult's law പറയുന്നത് the law state that for a solution of a volatile liquid, particularly orthosolum, it's a volatile liquid, the partial vapor pressure of each component in the solution is directly proportional to mole fraction. അതിന്റെ partial vapor pressure എന്ന് പറയുന്നത് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കുള്ളൂ, മോൾ ഫ്രാക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കുള്ളൂ അല്ലേ. അതാണ് നമ്മുടെ Raoult's law എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് എന്ത് ചെയ്തോളണം, എന്താണ് ഐഡിയൽ സൊല്യൂഷൻ. എന്താ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്? സോ നമ്മുടെ സൊല്യൂഷൻ റൗൾസ് ലോനെ ഒബേ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ പറയുന്ന പേരാണ് ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതിന്റെ എല്ലാ കോൺസെൻട്രേഷനും റൗൾസ് ലോനെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ പറയുന്ന പേരാണ് ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി അതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് നോക്കി എന്താണ്, എ മിക്സർ ഓഫ് ബെൻസിൻ ആൻഡ് ടോളുവിൻ. ടോളുവിനും ബെൻസിൻ എന്നുള്ള മിക്സർ നമ്മൾ പറയുന്നത് ഒരു മിക്സർ എന്താണ്, നമുക്ക് അതൊരു ഐഡിയൽ സൊല്യൂഷൻ ആയിരിക്കുള്ളൂ കേട്ടോ. സോ അതുപോലെ തന്നെ നമുക്ക് എന്തുണ്ട്, ഫോർ നോൺ ഐഡിയൽ സൊല്യൂഷൻ. നോൺ ഐഡിയൽ സൊല്യൂഷൻ ആണെങ്കിൽ നമുക്ക് അവിടെ എന്തുണ്ട്, നമുക്ക് ഫോർ ആൻഡ് ഐഡിയൽ സൊല്യൂഷൻ. ഐഡിയൽ സൊല്യൂഷൻ ആണെങ്കിൽ നമുക്കറിയാലോ എന്താ, നമ്മുടെ പാർഷ്യൽ പ്രഷറും അത് രണ്ടും, അതായത് അതിനകത്തുള്ള രണ്ടിൻ്റെയും പ്രഷർ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കുള്ളൂ, ഒരു ഈക്വൽ റേഷ്യോയിൽ പോയിട്ടുണ്ടായിരിക്കും. പിന്നെ ഡെൽറ്റ എച്ച് മിക്സ് ഈക്വൽ ടു 0 ആയിരിക്കുള്ളൂ, ഡെൽറ്റ വി മിക്സ് ഈക്വൽ ടു എന്തായിരിക്കുള്ളൂ, 0 ആയിരിക്കുള്ളൂ അല്ലേ. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേണ്ടത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. അതായത് നമ്മൾ പറഞ്ഞിരിക്കുന്ന ക്ലോറോഫോമും അതുപോലെ തന്നെ അസറ്റോണും തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ ഏത് ടൈപ്പ് ഡീവിയേഷൻ ആണ് കാണിക്കുന്നത്. ആകെ നമുക്കറിയാവുന്നതാണ്, നമ്മുടെ ക്ലോറോഫോമും അതുപോലെ തന്നെ ആസറ്റോണും തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ഡീവിയേഷൻ ആയിരിക്കും. എന്തായിരിക്കുള്ളൂ, നെഗറ്റീവ് ഡീവിയേഷൻ ആണ് കാണിക്കുന്നത് കേട്ടോ, ഓർത്ത് വെച്ചോളാം. അപ്പോൾ അങ്ങനെ കുറച്ച് മിക്സിംഗ് ഉണ്ട്. ആ മിക്സിംഗ് ഏത് പ്രോപ്പർട്ടീസ് കാണിക്കുന്നുള്ളത് അത് ജസ്റ്റ് ഒന്ന് എന്താ പറയുക, എല്ലാവരും ഒന്ന് പഠിച്ചു വെച്ചോളൂ കേട്ടോ. സോ ദ സൊല്യൂട്ട് സോൾവെന്റ് ഇന്ററാക്ഷൻ, അതായത് ഇവിടുത്തെ സൊല്യൂട്ടും സോൾവെന്റ് തമ്മിലുള്ള ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുകയും, അപ്പോൾ ഇത് സംഭവിക്കുന്നത് നമുക്ക് അവിടെ വേപ്പർ പ്രഷർ ഡിക്രീസ് ചെയ്യുകയും ചെയ്യും കേട്ടോ. വേപ്പർ പ്രഷർ നിന്നിട്ട് ഡിക്രീസ് ചെയ്യുകയും ചെയ്യും. സോ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, നമ്മുടെ ഇവിടുത്തെ സൊല്യൂഷൻ അതായത് ക്ലോറോഫോമും അസറ്റോണും തമ്മിലുള്ള മിക്സർ എന്ന് പറയുന്നത് എന്ത് കാണിക്കും, നമുക്ക് അവിടെ ഒരു നെഗറ്റീവ് ഡീവിയേഷൻ ആണ് കാണിക്കുന്നത്. നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് പഠിച്ചു വെച്ചോളാം. ഇത്രയും ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടുന്ന് ഒരു കാര്യം കൂടെ സാറ് പറഞ്ഞേക്കാം. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട് നമുക്ക്, വാട്ട് ആർ ദ മെയിൻ ഡിഫറൻസസ് ബിറ്റ്വീൻ ഐഡിയൽ സൊല്യൂഷൻ ആൻഡ് നോൺ ഐഡിയൽ കേട്ടോ. ഐഡിയലും നോൺ ഐഡിയലും തമ്മിലുള്ള ഡിഫറൻസ് അത് ചോദിക്കാറുണ്ട്, അത് പഠിച്ചു വെച്ചോളൂ കേട്ടോ. സോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് എന്ന് പറയുന്നത്
സോ നമ്മുടെ ക്വാളിറ്റേറ്റീവ് പ്രോപ്പർട്ടീസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഓസ്മോട്ടിക് പ്രഷർ ഇസ് എ qualitative property and it's proportional to the molarity of the solution. molarity ആണ് പറയുന്നത് കേട്ടോ. molarity ഉണ്ട്, molality ഉണ്ട്. നമുക്കിവിടെ എന്താ പറയുന്നത്? നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് molarity ആണ് കേട്ടോ. സോ വാട്ട് ഈസ് ഓസ്മോട്ടിക് പ്രഷർ? എന്താണ് ഓസ്മോട്ടിക് പ്രഷർ അല്ലേ? സോ അടുത്തത് മോളിക്കുലാർ മാസ് ഓഫ് NaCl ഡിറ്റർമൈൻഡ് ബൈ ദ ഓസ്മോട്ടിക് പ്രഷർ മെഷർമെന്റ് ഇസ് ഫൗണ്ട് ടു ബി ഹാഫ് ഓഫ് ദ ആക്ച്വൽ വാല്യൂ. അക്കൗണ്ട് ഫോർ ഇറ്റ് അല്ലേ? സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത് മോളിക്കുലാർ മാസ് അല്ലെ, NaCl മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് എന്താണ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? നമുക്ക് ഓസ്മോട്ടിക് പ്രഷർ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അത് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞത് അല്ലേ? സോ ക്വസ്റ്റ്യൻ സി എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദ ഓസ്മോട്ടിക് പ്രഷർ എക്സൈറ്റഡ് ബൈ ദ സൊല്യൂഷൻ പ്രിപ്പയർഡ് ബൈ ഡിസോൾവിംഗ് 1.5 gram of polymers of molar mass 18 approximately 185,000 in 500 ml of water at 37 degrees Celsius അല്ലേ? നമുക്ക് വാല്യൂസ് ഒക്കെ തന്നിട്ടുണ്ട്, ആറിന്റെ വാല്യൂസ് ഒക്കെ തന്നിട്ടുണ്ട്. ഇത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? അതിന്റെ ഓസ്മോട്ടിക് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും അല്ലേ? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, സോ നമുക്ക് നേരെ ആൻസറിലേക്ക്. എന്താണ് ഓസ്മോട്ടിക് പ്രഷർ അല്ലേ? എന്താ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്? ഇറ്റ് ഇസ് ദ പ്രഷർ ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് ദ എക്സസ് പ്രഷർ ദാറ്റ് മസ്റ്റ് ബി അപ്ലൈഡ് ഓൺ ദ സൊല്യൂഷൻ സൈഡ് ടു സ്റ്റോപ്പ് ഓസ്മോസിസ്. അതായത് ഓസ്മോസിസിന് അഗെയിൻസ്റ്റ് ആയിട്ട് എക്സെപ്റ്റ് ചെയ്യുന്ന പ്രഷർ നമുക്ക് എന്ത് പറയാം? ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയാം കേട്ടോ. ഓസ്മോസിസിന് അഗെയിൻസ്റ്റ് ആയിട്ട് എക്സെപ്റ്റ് ചെയ്യുന്ന പ്രഷറാണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. ഓർ അല്ലെങ്കിൽ നമ്മൾ ഒരു വേറെ വേയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ദ പ്രഷർ ദാറ്റ് ജസ്റ്റ് സ്റ്റോപ്പ് ദ ഫ്ലോ ഓഫ് സോൾവെന്റ് മോളിക്യൂൾസ് ത്രൂ ദ സെമി പെർമിയബിൾ മെംബ്രെയിൻ. അതായത് ഒരു സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ മൂവ് ചെയ്യുന്ന സോൾവെന്റ് ഫ്ലോനെ സ്റ്റോപ്പ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ നമുക്ക് എന്ത് പറയാം? ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയാം അല്ലേ? ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത് ദിസ് ഇസ് ബിക്കോസ് റീസൺ ആണ് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ റീസൺ ആണ് പറയുന്നത്. ദിസ് ഇസ് ബിക്കോസ് സോഡിയം ഡിസോസിയേറ്റ് ഇൻറ്റു അക്വ സൊല്യൂഷൻ. നമുക്കറിയാം അല്ലേ? നമ്മൾ സൊല്യൂഷൻ വാട്ടറിലേക്ക് സോഡിയം ഇട്ട് കഴിയുമ്പോൾ എന്താണ് ഡിസോസിയേറ്റ് ആണ് ചെയ്യുന്നത് അക്വ സൊല്യൂഷൻ. ഹെൻസ് ദ നോ number of particles get doubled and colligative properties become half അല്ലേ? നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അതായത് ഓസ്മോട്ടിക് പ്രഷർ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ഇവിടുത്തെ colligative properties എന്ന് പറയുന്നത് ഓസ്മോട്ടിക് പ്രഷർ ആണ്, ബിക്കം ഹാഫ് അല്ലേ? അതാണ് നമ്മൾ എന്ത് പറയുന്നത് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, സോ ആ സോലിബിലിറ്റി മാത്രം ഒന്ന് ഓർത്തിച്ചാണ് കേട്ടോ. സോലിബിലിറ്റി ആകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? colligative properties എന്താണോ അത് ഡബിളിങ് ചെയ്യണം. പാർട്ടിക്കിൾസ് നമ്പർ എന്ത് ചെയ്യുക? 2 ഇരട്ടിയാവാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, സോ നമ്മൾ അടുത്തതിലേക്ക് പോവുകയാണ്. ഇവിടെ നമുക്ക് നമ്മുടെ പ്രോബ്ലംസ് വെച്ചുകൊണ്ടാണെങ്കിൽ ഹിയർ നമുക്ക് നോക്കിയേ നമ്മുടെ W2ന്റെ വാല്യൂ എടുത്തിട്ടുണ്ട്. എത്രയാണ് പറഞ്ഞെങ്കിൽ W2 എന്ന് പറയുന്നത് 1.5 gram ആണ്. ദെൻ ആറിന്റെ വാല്യൂ നമുക്കറിയാം 0.0821 ആണ്. ദെൻ M2യുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 185,000 തന്നിട്ടുണ്ടാവും. ഇവിടെ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. ടെമ്പറേച്ചർ എത്രയാണ് നമുക്ക് വന്നിരിക്കുന്നത്? ടെമ്പറേച്ചർ 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. മക്കളെ ഇത് ഡിഗ്രി സെൽഷ്യസ് ആണ്. നമുക്ക് എന്തിനാ കൺവേർട്ട് ചെയ്യണം? കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യണം. എന്താ ചെയ്യാറ്? നമ്മൾ തന്നിരിക്കുന്ന ഡിഗ്രി സെൽഷ്യസിനെ നമ്മൾ 273 കൊണ്ട് ആഡ് ചെയ്യുക അല്ലെ? അപ്പോൾ എത്ര കിട്ടും? നമുക്ക് 310 കെൽവിൻ കിട്ടും. ആൻഡ് വോളിയം നമുക്കറിയാം 500 ml ആണ്. സോ ml നമ്മൾ എന്നിട്ട് ലിറ്ററിലേക്ക് മാറ്റുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ml ലിറ്ററിലേക്ക് മാറ്റുമ്പോൾ എന്തായിട്ട് മാറും? നമുക്ക് 0.5 ലിറ്റർ ആയിട്ട് മാറും അല്ലേ? ഇനി ഓസ്മോട്ടിക് പ്രഷറിന്റെ ഇക്വേഷൻ എന്താ പറയുക? നമുക്ക് പൈ ഈക്വൽ ടു W2 RT ഡിവൈഡ് ബൈ M2V അല്ലേ? ഇവിടെ നമുക്ക് W2ന്റെ വാല്യൂ നമുക്കറിയാം. W2 എത്രയാണ്? 1.5 ആണ്. ഇൻറ്റു ആറിന്റെ വാല്യൂ നമുക്കറിയാം. ആർ എത്രയാണ്? 0.0821 ആണ്. ഇൻറ്റു 310 നമുക്കറിയാം. ടെമ്പറേച്ചർ എത്രയാണ്? നമുക്ക് ഇവിടെ ടെമ്പറേച്ചർ കെൽവിനിലേക്ക് മാറ്റിയപ്പോൾ എത്ര ആയിട്ട് മാറി? 310 ആയിട്ട് മാറി അല്ലേ? ഡിവൈഡഡ് ബൈ M2ന്റെ വാല്യൂ നമുക്കറിയാം. M2 എത്രയാണ്? നമുക്ക് 185,000 അല്ലേ? അതോടെ കൊടുക്കാം 185,000 ഇൻറ്റു നമുക്ക് എന്താ വേണ്ട? അടുത്ത വാല്യൂസ് എന്താ വേണ്ട? നമുക്ക് V അല്ലേ? വിയുടെ വാല്യൂ നമുക്കറിയാം. V എത്രയാണ്? നമുക്ക് 0.5 ലിറ്റർ അല്ലേ? തന്നിട്ട് നമുക്ക് എന്തിലായിരുന്നു? V എന്ന് പറയുന്നത് 500 ml ആയിരുന്നു. അത് മക്കളെ എന്തായിരുന്നു? നമുക്ക് അത് ml ആയിരുന്നു നമുക്ക് അല്ലേ? നമ്മൾ ഇതിലേക്ക് മാറ്റിയതിനാ ലിറ്ററിലേക്ക് മാറ്റുമ്പോൾ എന്തായിട്ട് മാറി? 0.5 ആയിട്ട് മാറി അല്ലേ? സോ ഈക്വൽ ടു നമുക്ക് എത്ര വന്നിട്ടുണ്ട്? 4.13 × 10⁻⁻8 ml അറ്റ്മോസ്ഫിയറിക് പ്രഷർ കേട്ടോ. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കൺവേർഷൻ ഒക്കെ നോക്കി വെച്ചോളണം. അതായത് തന്നിരിക്കുന്നത് ടെമ്പറേച്ചറിലാണ്, ഡിഗ്രിയിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തോളാം? അതിനെ കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യണം. കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? നമുക്ക് 273 കൊണ്ട് ആഡ് ചെയ്താൽ മതി. ഇനി നമുക്ക് എന്ത് ചെയ്തോളണം? ലിറ്ററിലാണെങ്കിൽ ml ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ലിറ്ററിലേക്കും കൺവേർട്ട് ചെയ്തോളണം കേട്ടോ. ഓക്കെ, അതൊക്കെ ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ്സ് ആണ് കേട്ടോ. മറന്നു പോരുന്ന പോയിന്റ്സ് ഒന്നും കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യും? അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ്. സോ നെക്സ്റ്റ് വൺ മൊളാരിറ്റി. നമുക്കറിയാം അല്ലെ? മൊളാരിറ്റി എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക? ക്യാപിറ്റൽ എം കൊണ്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാറ് അല്ലേ? മൊളാരിറ്റി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ക്യാപിറ്റൽ എം കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. സോ ഇനി മൊളാലിറ്റി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? സ്മോൾ ലെറ്റർ എം കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് അല്ലേ? മൊളാലിറ്റി നമ്മൾ സ്മോൾ ലെറ്റർ എം കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു എക്സ് അല്ലേ? കൈ എന്ന് പറയുന്നത് നമ്മളെ കൈ എന്ന് പറഞ്ഞാൽ ഒരു ലെറ്റർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി അത് ലാറ്റിൻ ആണ് കേട്ടോ. ഓക്കെ, ആർ സം മെത്തേഡ് ഓഫ് എക്സ്പ്രസിംഗ് കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂഷൻ.
ഓക്കെ, ഇതൊക്കെ നമ്മളെ കോൺസെൻട്രേഷൻ ടേംസ് ആണല്ലേ, സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ ടേംസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ എന്താ വേണ്ടത്, വിച്ച് ഓഫ് ദിസ് ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ്, ഇതിൽ എന്താണ് ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് ആയിട്ട് വരുന്നത് അല്ലേ. സോ ക്വസ്റ്റ്യൻ ബി എന്താ, ഡിഫൈൻ മോൾ ഫ്രാക്ഷൻ, എന്താണ് മോൾ ഫ്രാക്ഷൻ. സോ ക്വസ്റ്റ്യൻ സി എന്ന് പറയുന്നത് എ മിക്സർ ഓഫ് 3.2 gram മെത്തനോൾ, പ്രോബ്ലം ഉണ്ട് മക്കളെ. എ മിക്സർ കണ്ടെയ്ൻ 3.2 gram മെത്തനോൾ, മെത്തനോളിന്റെ മോളിക്കുലർ മാസ് 32 കണ്ടിട്ടുണ്ട് അവിടെ, ആൻഡ് 4.6 gram എത്തനോൾ, എത്തനോളിന്റെ മോളിക്കുലർ മാസ് അവിടെ കണ്ടിട്ടുണ്ട് 46 ആണത്. ഫൈൻഡ് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ഈച്ച് കമ്പൗണ്ട്, രണ്ടിന്റെയും ഇത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ, ഇതിൽ ഏതാണ് ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് കേട്ടോ. ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് ആയിട്ട് വരുന്നത് നമുക്ക് ഏതൊക്കെയായിരുന്നു, നമുക്ക് മൊളാലിറ്റിയും ആൻഡ് മോൾ ഫ്രാക്ഷൻ. ഏതൊക്കെയാണ്, നമുക്ക് മൊളാലിറ്റി ഉണ്ട്, മോൾ ഫ്രാക്ഷൻ ഉണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. സോ ഇനി എന്താണ് മോൾ ഫ്രാക്ഷൻ, വാട്ട് യു മീൻ ബൈ മോൾ ഫ്രാക്ഷൻ, ഇത്രയേ ഉള്ളൂ. മോൾ ഫ്രാക്ഷൻ ഈസ് ദ റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ പർട്ടിക്കുലർ കമ്പോണന്റ് ടു ദ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷൻ അല്ലേ. അതായത് അത് റേഷ്യോ, അതായത് നമ്മുടെ ടോട്ടൽ സൊല്യൂഷനിലുള്ള പാർട്ടിക്കിൾസിന്റെ നമ്പർ ഓഫ് മോൾസിന്റെ റേഷ്യോ നമ്മൾ പറയുന്ന പേരാണ് മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ദ മോൾ ഫ്രാക്ഷൻ ഇസ് ദ റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ പർട്ടിക്കുലർ കമ്പോണന്റ് ടു ദ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷൻ കേട്ടോ. ഓക്കെ, അത് നമ്മൾ മോൾ ഫ്രാക്ഷൻ എന്ന് പറയും. അപ്പോൾ ഈ മോൾ ഫ്രാക്ഷൻ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക, കൈ എന്നുള്ള ലെറ്റർ ഉണ്ടല്ലേ, ഒരു എക്സ് പോലെ ലെറ്റർ ഇല്ലേ, കൈ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതാ ലെറ്റർ ഇതല്ലേ, ഇതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, മോൾ ഫ്രാക്ഷനെ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഇനി അതുപോലെ തന്നെ നമുക്ക് അടുത്തൊരു പ്രോബ്ലം ആയിരുന്നു, പ്രോബ്ലത്തിലേക്ക് വരാൻ നമുക്ക് എന്താ, നമ്മുടെ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാം നമുക്ക് അല്ലേ. അതായത് ആ സൊല്യൂഷൻ എന്തൊക്കെ ഉണ്ടായിരുന്നു, നമുക്ക് നമ്മുടെ മെത്തനോളും ഉണ്ടായിരുന്നു, എത്തനോളും ഉണ്ടായിരുന്നു അല്ലേ. അപ്പം മെത്തനോളിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പതുക്കെ 1 എന്ന് കൊടുക്കാം, എത്തനോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് 2 എന്ന് കൊടുത്തു അല്ലേ. ദെൻ അങ്ങനെയാണെങ്കിൽ നമ്മുടെ W1, അതായത് നമ്മുടെ മെത്തനോളിന്റെ മാസ് എത്രയാണ്, 3.2 gram അല്ലേ. ഇനി മെത്തനോളിന്റെ മോളാർ മാസ് എത്രയാണ് മക്കളെ, 1 എന്ന് പറഞ്ഞത് മെത്തനോളാണ് കേട്ടോ. ഓക്കെ, M1 എന്ന് പറഞ്ഞത് എന്താണ്, നമുക്ക് 32 അല്ലെ, മോളാർ മാസ് 32 ആണ്. ഇനി അതുപോലെ W2, അതായത് എഥനോളിന്റെ വെയിറ്റ് എത്രയാണ്, 4.6 gram ആണ്. എഥനോളിന്റെ മോളാർ മാസ് എത്രയാണ്, നമുക്ക് 46 ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് മെത്തനോളിന്റെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിലേക്ക് നമ്മൾ പോവുകയാണ്. എന്താ ഇക്വേഷൻ എന്ന് പറയുന്നത്, വേറെ ഒന്നുമില്ല, given mass divided by molar mass അല്ലേ. നമ്പർ ഓഫ് മോൾസ് ആണെങ്കിൽ ഇക്വേഷൻ എന്താണ്, given mass divided by molar mass ആണ് ഇക്വേഷന്റെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. given mass എത്രയായിരുന്നു, നമുക്ക് 3.2 divided by 32 equal to 0.1 mole കേട്ടോ. എത്ര നമുക്ക് 3.2 divided by 32 is equal to 0.1 mole. given mass 3.2 ആയിരുന്നു. മോളാർ മാസ് എത്രയായിരുന്നു, നമ്മുടെ മെത്തനോളിന്റെ മോളാർ മാസ് എന്ന് പറയുന്നത് 32 ആയിരുന്നു. അങ്ങനെ നമുക്ക് എത്ര വരും, നമുക്ക് 0.1 മോൾ വരും കേട്ടോ. ഇനി അടുത്ത് നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് എത്തനോളിലേക്ക് പോകാം. നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് എത്തനോൾ ആണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് എത്തനോൾ എടുക്കുകയാണെങ്കിൽ എന്താ, N2 അല്ലേ. ഇക്വേഷൻ തന്നെയാണ്, സെയിം തന്നെ ഇക്വേഷൻ, അതായത് W2 ഡിവൈഡ് ബൈ M2 അല്ലേ. W2 ഡിവൈഡ് ബൈ M2 ആണ്. W2 എന്ന് പറയുന്നത് മാസ് ഓഫ് ദി എത്തനോൾ ആണ്. എത്ര വരും, നമുക്ക് 4.6 വരും. 4.6 ഡിവൈഡ് ബൈ 40 is equal to 0.1 മോൾ അല്ലേ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, അതിന്റെ മോൾ ഫ്രാക്ഷൻ ഓഫ് മെത്തനോൾ കാണണം. മോൾ ഫ്രാക്ഷൻ ഓഫ് മെത്തനോൾ ആണെങ്കിൽ മെത്തനോൾ, അതായത് മെത്തനോളിന്റെ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് കേട്ടോ, അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂഷൻ. ഓക്കെ, ഇതാണ് നമുക്ക് എന്ത് പറയുന്നത്, മെത്തനോളിന്റെ മോൾ ഫ്രാക്ഷൻ ആണ് ഇക്വേഷൻ പറയുന്നത് കേട്ടോ. അതായത് മെത്തനോളിന്റെ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് മെത്തനോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ ഗീവൺ സൊല്യൂഷൻ, അതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ പറയുക, മോൾ ഫ്രാക്ഷൻ ഓഫ് മെത്തനോൾ, അതാ കണ്ടവിടെ നമുക്ക് 1 എന്ന് വെച്ചാൽ എന്താണ്, മെത്തനോൾ ആണ് അല്ലെ, ഈക്വൽ ടു N1 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് മെത്തനോൾ ഡിവൈഡഡ് ബൈ N1 പ്ലസ് N2, അതല്ലേ. N1 എന്ന് വെച്ചാൽ എന്താണ്, മെത്തനോൾ. N2 എന്ന് വെച്ചാൽ എന്താണ്, എഥനോൾ അല്ലെ. N1 ഉം N2 കൂടെ കൂടുമ്പോൾ സൊല്യൂഷൻ ആവുള്ളൂ. നമുക്ക് N1 N2 കൂടെ കൂടുമ്പോഴാണ് അത് സൊല്യൂഷൻ ആയിട്ട് മാറാം. ഓക്കെ, അതായത് മെത്തനോളിന്റെ എഥനോളിന്റെ മിക്സർ ആണ് എന്ന് പറയുന്നത് നമ്മൾ ആ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് എന്തുണ്ടായിരിക്കും, എഥനോളിന്റെ നമ്പർ ഓഫ് മോൾസ് ഉണ്ടായിരിക്കും, മെത്തനോളിന്റെ നമ്പർ ഓഫ് മോൾസ് ഉണ്ട്. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് വരും, നമുക്ക് 0.1 ഡിവൈഡ് ബൈ 0.1 പ്ലസ് 0.1 ഈക്വൽ ടു 0.5 അല്ലേ. ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മളുടെ മെത്തനോളിന്റെ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഞാൻ പറയുന്നത് മെത്തനോളിന്റെ മോൾ ഫ്രാക്ഷൻ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, അപ്പോൾ 0.5 ആണ് നമ്മളുടെ മെത്തനോളിന്റെ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ മെത്തനോളിന്റെ കഴിഞ്ഞു, ഇനി എത്തനോളിന്റെ കണ്ടുപിടിക്കാൻ വിചാരിക്കുക. എത്തനോളിന്റെ മോൾ ഫ്രാക്ഷൻ കാണണം, വേറെ ഒന്നും വേണ്ട. നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ ടോട്ടൽ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് യൂണീക്ക് ആയിരിക്കുള്ളൂ. ടോട്ടൽ മോൾ ഫ്രാക്ഷൻ എന്തായിരിക്കുള്ളൂ, നമുക്ക് യൂണീക്ക് ആയിരിക്കുള്ളൂ, അതായത് 1 ആയിരിക്കുള്ളൂ കേട്ടോ. ടോട്ടൽ മോൾ ഫ്രാക്ഷൻ എപ്പോഴും 1 ആയിരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, നമുക്ക് ഇനി എത്തനോളിന്റെ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ മെത്തനോളിന്റെ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിച്ചിട്ടില്ലേ,
അതായത് നമ്മൾ എന്ത് ചെയ്യാൻ പോണു, എത്തനോളിന്റെ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ പോണു. എത്തനോളിന്റെ മോൾ ഫ്രാക്ഷൻ നമുക്ക് അറിയില്ല, പക്ഷേ മെത്തനോളിന്റെ മോൾ ഫ്രാക്ഷൻ നമുക്കറിയാം. ഓക്കെ, എത്രയാണ് നമുക്ക് 0.5 അല്ല പറഞ്ഞിരിക്കുന്നത്. ഇനി ടോട്ടൽ നമ്പർ ഓഫ് മോൾ ഫ്രാക്ഷൻ എത്ര ആയിരിക്കുള്ളൂ? ടോട്ടൽ നമ്പർ ഓഫ് മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 1 അല്ലേ. ആ 1ൽ നിന്ന് 0.5 മൈനസ് ചെയ്ത് എത്ര കിട്ടുമോ അതാണ് എന്ന് പറയുന്നത് നമ്മളുടെ റിമൈനിങ് ആയിട്ടുള്ള എത്തനോളിന്റെ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അതായത് 1ൽ നിന്ന് 0.5 മൈനസ് ചെയ്താൽ നമുക്ക് എത്ര ആൻസർ വരും? നമുക്ക് 0.5 തന്നെ വരും അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് 0.5 ആണെന്ന് പറയുന്നത് നമ്മളുടെ എത്തനോളിന്റെ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ഉണ്ട്, അത് നോക്കി വെച്ചോളൂ മക്കളെ. സോ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാൻ പോകും നമ്മൾ കേട്ടോ. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഗ്രാഫാണ് കേട്ടോ. അതായത് നമ്മുടെ റൗൾസ് ലോനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ സൊല്യൂഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, രണ്ടായി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് ഐഡിയൽ സൊല്യൂഷനും മറ്റേത് നോൺ ഐഡിയൽ സൊല്യൂഷനാണ് അല്ലേ. അതിൽ ഐഡിയൽ സൊല്യൂഷൻ ഓൾറെഡി സ്റ്റേബിൾ ആണ്, പിന്നെ നമുക്ക് അതിലൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് അത് ഓക്കെ സ്റ്റേബിൾ. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, നോൺ ഐഡിയൽ സൊല്യൂഷൻ ഉണ്ട്. ഈ നോൺ ഐഡിയൽ സൊല്യൂഷൻ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടായി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. നോൺ ഐഡിയൽ സൊല്യൂഷൻ 2 ഡീവിയേഷൻ കാണിക്കുന്നുണ്ട്. ഒന്ന് പോസിറ്റീവ് ഡീവിയേഷനും മറ്റേത് നെഗറ്റീവ് ഡീവിയേഷൻ ആണ്. അപ്പൊ അതിനെ ഡിപ്പെൻഡ് ചെയ്തൊരു ക്വസ്റ്റൻ ആണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റൻ നോക്കി എന്താ, ഡ്രോ എ വേപ്പർ പ്രഷർ കർവ് ബൈ പ്ലോട്ടിംഗ് വേപ്പർ പ്രഷർ against small fraction of an ideal solution of 2 component A and B. ഓക്കെ, അതായത് 2 കമ്പോണൻസ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു എയും ബിയും കമ്പോണൻസ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു സൊല്യൂഷന്റെ എന്താ പറയുക ഗ്രാഫ് അവിടെ തന്നിട്ടുണ്ട്. നോക്കിയേ, ഇൻഡിക്കേറ്റ് പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് എ ആൻഡ് ബി. അതായത് അവിടെ നമുക്ക് എന്ത് എ ആൻഡ് ബിയുടെ പാർഷ്യൽ വേപ്പർ പ്രഷർ കൂടെ തന്നിട്ടുണ്ട്. പി എ ആൻഡ് പി എ, സ്മോൾ ലെറ്റർ എയോട് ക്യാപിറ്റൽ എ ഓർത്ത് വെച്ചോളുണ്ട്. ആൻഡ് ടോട്ടൽ വേപ്പർ പ്രഷർ പി ടോട്ടൽ. ഇതെല്ലാം നമുക്ക് അവിടെ തന്നിട്ടുണ്ടായിരിക്കും, ഗ്രാഫിൽ ഉണ്ടായിരിക്കും. സോ അതില് വാട്ട് ഈസ് ആൻ ഐഡിയൽ സൊല്യൂഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തോളണം, ഈ സംഭവങ്ങളെല്ലാം കൂടെ വെച്ചുകൊണ്ട് ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യണം. ഗ്രാഫ് പ്ലോട്ട് ചെയ്താൽ മാത്രം പോരാ. ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കിയേ, എന്താ വേണ്ടത്, വാട്ട് ഈസ് എൻ ഐഡിയൽ സൊല്യൂഷൻ, എന്താണ് ഐഡിയൽ സൊല്യൂഷൻ. ഓക്കെ, സോ സാറ് പറഞ്ഞിരുന്ന നേരത്തെ ഐഡിയലും നോൺ ഐഡിയലും എപ്പോഴും ഇത് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തോളാം, ഐഡിയലും നോൺ ഐഡിയലും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെച്ചോളണം കേട്ടോ. സോ ക്വസ്റ്റ്യൻ സി, മോഡിഫൈ അബൌ ദ ഗ്രാഫ്. ദാറ്റ് മീൻസ് നമ്മൾ നേരത്തെ വരക്കാൻ പോകുന്ന ഗ്രാഫിനെ ഒന്ന് മോഡിഫൈ ചെയ്യണം. എങ്ങനെ മോഡിഫൈ ചെയ്യണം, ഫോർ എ നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ. അതായത് അത് നോൺ ഐഡിയൽ സൊല്യൂഷൻ ആണെങ്കിൽ അതിൽ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന പോലെ നമ്മൾ എന്ത് ചെയ്തോളണം, അതിനെ വരയ്ക്കണം. അതായത് നമ്മൾ എന്ത് ചെയ്തോളണം, നമ്മൾ വരച്ചിരിക്കുന്ന ഗ്രാഫിനെ ഒന്നും കൂടെ അതിലല്ല വരയ്ക്കേണ്ടത്, വേറൊരു ഗ്രാഫാക്കി റീ അറേഞ്ച് ചെയ്തുകൊണ്ട് തന്നിരിക്കുന്ന ഗ്രാഫിന് നമ്മൾ എന്താക്കി മാറ്റണം, നോൺ ഐഡിയൽ സൊല്യൂഷൻ പോസിറ്റീവ് ഡീവിയേഷൻ ആക്കി നമ്മൾ അതിനെ മാറ്റണം. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കേട്ടോ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഗ്രാഫ് മസ്റ്റ് ആയിട്ട് റൗൾസിലൂടെ ഗ്രാഫ് ഇല്ലേ, ആ റൗൾസിലൂടെ ഗ്രാഫ് മസ്റ്റ് ആയിട്ട് പഠിച്ചോളാം. അതിനാണ് നമ്മൾ എന്താക്കാറ്, പോസിറ്റീവ് ഡീവിയേഷനും നെഗറ്റീവ് ഡീവിയേഷനും ആക്കാറ് കേട്ടോ. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ആ ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, നേരെ ആൻസറിലേക്ക് പോകുന്നത്. ഇതാണ് ആ ഗ്രാഫ് എന്ന് പറയുന്നത് കേട്ടോ. എന്താണ്, നമുക്ക് വേപ്പർ പ്രഷർ അഗെയിൻസ്റ്റ് മോൾ ഫ്രാക്ഷൻ അല്ലെ, വേപ്പർ പ്രഷറിന് അഗെയിൻസ്റ്റ് ആയിട്ട് മോൾ ഫ്രാക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് എന്തുണ്ട്, പി എ ഉണ്ട്. അതായത് നമ്മളുടെ ഇതാ നോക്കിക്കോളൂ കേട്ടോ, പി എ ഉണ്ട്. ഇതാണ് നമ്മളുടെ പി എ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ P1 എന്ന് പറയാം നമുക്ക് കേട്ടോ. ദെൻ പി ബി അല്ലെങ്കിൽ P2 എന്ന് പറയാം നമുക്ക്. അങ്ങനെയാണെങ്കിൽ പി ടോട്ടൽ എങ്ങനെ വരും, നമുക്ക് P1 പ്ലസ് P2 അല്ലെങ്കിൽ PA പ്ലസ് P2 എന്നുള്ള ഓപ്ഷൻ വരും കേട്ടോ. അത് PA എന്ന് എഴുതാറുണ്ട്, P1 എന്ന് എഴുതാറുണ്ട്, P2 എന്ന് എഴുതാറുണ്ട്, PB എന്ന് എഴുതാറുണ്ട് കേട്ടോ. ഓക്കെ, രണ്ടും ഒന്ന് തന്നെയാണ്, സെയിം തന്നെയാണ്. ഇതാണ് നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് അഗെയിൻസ്റ്റ് ആണ് വേപ്പർ പ്രഷർ അഗെയിൻസ്റ്റ് സ്മോൾ ഫ്രാക്ഷൻ കേട്ടോ. ഇതാണ് നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യാൻ പോകുന്ന വെച്ചാൽ എന്താണ്, ഈ ഗ്രാഫിനൊന്ന് മാറ്റിമറിക്കണം അല്ലെ. ഇതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മുടെ നോൺ ഐഡിയൽ സൊല്യൂഷൻ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നുണ്ട്, നോൺ ഐഡിയൽ സൊല്യൂഷൻ ചെയ്യുന്നുണ്ട്, നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നുണ്ട്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇതൊന്ന് ചേഞ്ച് ചെയ്യണം നമുക്ക് കേട്ടോ. സോ ഫസ്റ്റ് ക്വസ്റ്റൻ ഇതായിരുന്നു അല്ലേ നമ്മളുടെ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, അടുത്ത ക്വസ്റ്റനിലേക്ക് നമ്മൾ പോവുകയാണ്. മക്കളെ നോക്കി വെച്ചോളാം, ഇതൊരു ഒറ്റ ലൈനേ ഉള്ളൂ കേട്ടോ. ഇതെല്ലാം ഒരു സിംഗിൾ ലൈൻ മാത്രമേ വരുന്നുള്ളൂ. ഇതെന്താ, നമുക്ക് ഐഡിയൽ സൊല്യൂഷൻ ആയതുകൊണ്ട് നിങ്ങൾ സിംഗിൾ ലൈൻ മാത്രമേ വരുന്നുള്ളൂ. ചേഞ്ച് വരുമ്പോഴാണ് എന്തായിട്ട് മാറാം, നമുക്ക് നോൺ ഐഡിയൽ സൊല്യൂഷന്റെ പോസിറ്റീവ് ഡീവിയേഷനും നെഗറ്റീവ് ഡീവിയേഷനും ആയിട്ട് മാറുന്നതാണ് കേട്ടോ. ഓക്കെ, നമുക്ക് അപ്പോൾ അടുത്തതിലേക്ക് പോകണം നമ്മൾ. നെക്സ്റ്റ് എന്ന് പറയുന്നത് നോക്കിയേ, എ സൊല്യൂഷൻ വിച്ച് ഒബേ റൗൾസ് ലോ അറ്റ് ഓൾ കോൺസെൻട്രേഷൻ ഈസ് കോൾഡ് ഐഡിയൽ സൊല്യൂഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. എന്താണ് ഐഡിയൽ സൊല്യൂഷൻ ഉള്ളതാണ്, ഐഡിയൽ സൊല്യൂഷൻ ഉള്ളത് എന്താണ് ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്, നമ്മുടെ സൊല്യൂഷൻ കംപ്ലീറ്റ് എല്ലാ കോൺസെൻട്രേഷനിലും എന്ത് കാണിക്കുന്നത്, റൗൾസ് ലോനെ ഒബേ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇനി മക്കളെ ആ ഗ്രാഫ് നോക്കി എന്താ ചേഞ്ച് വന്നിരിക്കുന്നത്, നമ്മുടെ PA-യും P1 ഒക്കെ മാറി അല്ലെ. എന്ത് സംഭവിച്ചു, സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടായിരുന്നു, ഇതായിരുന്നു. പക്ഷെ എന്തുണ്ട്, നമുക്ക് പോസിറ്റീവ് ഡീവിയേഷൻ ആകുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മുടെ നോർമൽ ലൈനിലൂടെ എന്താ പറയുക, അതിന്റെ മുകളിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്ട്രാ ഒരു ലൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. അതായത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ക്വാളിറ്റേറ്റീവ് പ്രോപ്പർട്ടീസ് എക്സസ് ആണ്. ഓക്കെ, എക്സസ് ആയതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, അത് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നത് അല്ലെ.
അപ്പോൾ അത് ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഇനി മക്കളെ നെഗറ്റീവ് ഡീവിയേഷൻ നമ്മൾ എന്ത് ചെയ്യും? നെഗറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ ഇങ്ങനൊരു ലൈൻ ഉണ്ടായിരിക്കും. ഈ ലൈനിന്റെ അടിയിലൂടെ ആയിരിക്കും എന്ത് വരാൻ പോണത്? വരാൻ പോകുന്നത് കേട്ടോ. ഈ P1 ഇല്ലേ, P1 എവിടെ വരും? നമുക്ക് പോസിറ്റീവ് ആയതുകൊണ്ട് അപ്പ് ലൈൻ വന്നു, നെഗറ്റീവ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് ഡൗൺ വരും കേട്ടോ. ആ ഒരു ഡിഫറൻസ് ആണ് ഉള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളണം. ഓക്കെ മക്കളെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഈ ഗ്രാഫുകൾ ഒന്ന് വരയ്ക്കാണ്ട് ശ്രമിച്ചോളണം കേട്ടോ. ഗ്രാഫ് പോസിറ്റീവ് ഡീവിയേഷൻ വരുന്നുണ്ടാവും, നെഗറ്റീവ് ഡീവിയേഷൻ വരുന്നുണ്ടാവും. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്തോളണം കേട്ടോ. ഓക്കെ, അത് പഠിച്ചോളാം നിങ്ങൾ എല്ലാവരും. സോ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം കേട്ടോ. ഇവിടുന്ന് അടുത്തൊരു ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഹെൻറീസ് ലോ അല്ലേ. ഹെൻറീസ് ലോ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഹെൻറീസ് ലോ എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് പഠിച്ച് വെച്ചോളൂ, മസ്റ്റായിട്ട് പഠിച്ചോളൂ കേട്ടോ. നോക്കിയേ, ഹെൻറീസ് ലോ ഇസ് റിലേറ്റഡ് ടു സോലബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ ലിക്വിഡ്. അതായത് നമുക്കറിയാം അല്ലേ, നമ്മുടെ ഗ്യാസും അല്ലെങ്കിൽ ലിക്വിഡും അവ തമ്മിലുള്ള ഒരു മിക്സിങ്, ആ മിക്സിങ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ലോ ആണെന്ന് പറയുന്നത് ഹെൻറീസ് ലോ എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ റൗൾസ് ലോ ഏകദേശം അതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. സോ ദെൻ സ്റ്റേറ്റ് ഹെൻറീസ് ലോ. ഹെൻറീസ് ലോ എന്താണെന്നുള്ളത് സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ഇൻ ടു അപ്ലിക്കേഷൻസ് ഓഫ് ഹെൻറീസ് ലോ. അതല്ലേ എല്ലാവർക്കും അറിയാം, ഹെൻറീസ് ലോ പഠിക്കാത്തൊരു കുട്ടികൾ ഉണ്ടാവില്ല. ഹെൻറീസ് ലോയും അതിൻ്റെ ആപ്ലിക്കേഷൻസും അല്ലെ, 3 ആപ്ലിക്കേഷൻസ് ഉണ്ട്. ആ 3 ആപ്ലിക്കേഷൻസും പഠിക്കാത്ത ആരും ഉണ്ടാവില്ല, എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പോൾ ഇത് സുഖമായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇനി അവിടെ നിന്ന് ഒരു പ്രോബ്ലം ആണ് വന്നിരിക്കുന്നത്. പ്രോബ്ലം വളരെ സിമ്പിൾ പ്രോബ്ലം അല്ലെ. അതായത് എന്താ പറയുക, നമുക്ക് 100 സെന്റിമീറ്റർ ക്യൂബ് ആണ് അല്ലെ. വോളി എന്ന ക്യൂബ് വരുമ്പോൾ തന്നെ നമുക്കറിയാം വോളി ആയിരിക്കുള്ളൂ അല്ലെ. സെന്റിമീറ്റർ ക്യൂബ് ആണ്. ഓഫ് ആൻ അക്വ സൊല്യൂഷൻ ഓഫ് എ പ്രോട്ടീൻ കണ്ടെയ്ൻ എന്താ പറഞ്ഞിരിക്കുന്നത് 1.26 gram ഓഫ് പ്രോട്ടീൻ. The osmotic pressure of such a solution at 300 Kelvin is found to be 2.57 into 10 raised to minus 3 bar pressure. Okay, calculate the molar mass of protein. Okay, അവിടെ R ന്റെ വാല്യൂ ഉണ്ട്, എത്ര പറയുന്നത് നമുക്ക് 0.083 ലിറ്റർ ബാർ പെർ കിലോ പെർ മോൾ അല്ലേ. സോ നോർമൽ നമുക്ക് എല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളായതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. സോ നമ്മൾ എവിടേക്ക് പോകുന്നു? നേരെ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് നമുക്ക് പോകാം. എന്താ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഹെൻറീസ് ലോ. ഹെൻറീസ് ലോ സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. എല്ലാവർക്കും അറിയാൻ മക്കളൊന്ന് പറഞ്ഞു നോക്കണ്ട ഹെൻറീസ് ലോ എന്താണെന്ന്. സോ നമ്മൾ നേരെ പോവുകയാണ്, ഹെൻറീസ് ലോക്ക് പോവുകയാണ്. എന്താ പറയുന്നത്? ഹെൻറീസ് ലോ സ്റ്റേറ്റ് ദാറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ അല്ലേ. ടെമ്പറേച്ചർ എന്തായിരിക്കും? നമുക്ക് കോൺസ്റ്റന്റ് ആണ്. At a constant temperature, the solubility of a gas in a liquid is directly proportional to the pressure of the gas. അല്ലേ, എന്താ പറയുക, നമുക്ക് സോലുബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ എത്രമാത്രം പ്രഷർ അപ്ലൈ ചെയ്യുന്നോ അതനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും, സോലുബിലിറ്റി കൂടിക്കൊണ്ടിരിക്കും അല്ലേ. അതല്ലേ പറഞ്ഞിരിക്കുന്നത്. അതാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മുടെ ഹെൻറീസ് ലോ എന്ന് പറയുന്നത് കേട്ടോ. അതെന്ന് പറയുന്നത് നമ്മൾ ഹെൻറീസ് ലോ എന്ന് പറയുന്നത്. ഹെൻറീസ് ലോ സ്റ്റേറ്റ് ദാറ്റ് at a constant temperature is the solubility of a gas in liquid is directly proportional to the applying pressure, അല്ലെങ്കിൽ നമ്മൾ അവിടെ കൊടുക്കുന്ന പ്രഷറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് അല്ലേ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? P is equal to ശരിക്കും എന്താ പറയുക, P ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ. നമ്മൾ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ ഇങ്ങനെ ആയിരിക്കുള്ളൂ. P നമുക്ക് എന്തുണ്ട്? P ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ മോൾ ഫ്രാക്ഷൻ ആയിരിക്കുള്ളൂ. നമുക്ക് എന്ത് ചെയ്യണം? ഈ ഡയറക്ട്ലി പ്രൊപ്പോർഷണാലിറ്റി സൈൻ കളയണം. അതിനാണ് സാർ കളഞ്ഞിട്ടുണ്ട്. അവിടേക്ക് എന്തിട്ടുണ്ട്? KH ആയിട്ടുണ്ട് അല്ലേ. P KH ഇൻറ്റു മോൾ ഫ്രാക്ഷൻ. അപ്പോൾ എന്താണ് KH എന്ന് പറയുന്നത്? KH വേറെ ഒന്നുമല്ല. KH എന്ന് പറയുന്നത് നമ്മളുടെ ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് ആണ്. ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് ആണെന്ന് പറയുന്നത് KH എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, P is equal to KH ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ആണ്. KH വേറെ ഒന്നുമല്ല. KH എന്ന് പറയുന്നത് ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് ആണ് കേട്ടോ. ഓക്കെ, സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. ദാറ്റ് മീൻസ് നമ്മുടെ സെക്കൻഡ് അതിൻ്റെ അപ്ലിക്കേഷൻസ് അല്ലേ. എന്താണ് അതിൻ്റെ അപ്ലിക്കേഷൻസ്? ഫസ്റ്റ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സോഡ വാട്ടർ മേക്കിംഗ് ഇല്ലേ. നമ്മൾ സോഡ ഉണ്ടാക്കുന്നത്, അതായത് നമ്മൾ ഹയർ പ്രഷറിൽ സോഡ വാട്ടറിനകത്തേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് മിക്സ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറുന്നത്? സോഡ വാട്ടർ ആയിട്ട് മാറുന്നത് അല്ലേ. അതാണ് ദ പ്രിപ്പറേഷൻ ഓഫ് സോഡ വാട്ടർ. ദ ബോട്ടിൽ ഈസ് സീൽഡ് അറ്റ് ഹൈ പ്രഷർ. നമ്മൾ എന്തുണ്ട്? ഹൈ പ്രഷറിൽ സോഡ വാട്ടറിനകത്തേക്ക് ഗ്യാസ് മിക്സ് എന്തായിട്ട് മാറ്റും? നമ്മൾ സോഡ വാട്ടർ ആക്കി മാറ്റുന്നു. അപ്പൊ അതെന്താണത്? നമ്മൾ എത്രമാത്രം പ്രഷർ അപ്ലൈ ചെയ്യുന്നോ അത്രയും കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് എവിടെ മിക്സ് ആകും? വാട്ടറിൽ മിക്സ് ആവുന്നില്ലേ. സോ അപ്പോൾ അത് നമ്മുടെ ഹെൻറീസ് ലോക്ക് ഒരു അപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഹെൻറീസ് ലോയുടെ എക്സാമ്പിൾ ആയിട്ട് പറയാം, അപ്ലിക്കേഷൻ ആയിട്ട് തന്നെ പറയാം നമുക്ക്. അപ്പൊ അത് ഒന്നാമത്തത്. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ബെൻഡ് ഇൻ സ്ക്യൂബ ഡൈവേഴ്സ് അല്ലെ. സ്ക്യൂബ ഡൈവിങ്ങിന് പോകുന്ന ആളുകൾ എന്ത് ചെയ്യാറുണ്ട്? അവരൊരു ഓക്സിജൻ സിലിണ്ടർ ക്യാരി ചെയ്യാറുണ്ട്. അതിനകത്ത് നൈട്രജൻ എന്ന് പറയുന്നത് നമ്മൾ നൈട്രജൻ ഗ്യാസിന് പകരമായിട്ടോ നൈട്രജന്റെ കൂടെ നമ്മൾ ഹീലിയം ഫില്ല് ചെയ്യും. അല്ലെങ്കിൽ സംഭവം അറിയോ, നമ്മൾ അടിയിലേക്ക് പോകുമ്പോൾ അവിടുത്തെ എന്ത് കൂടും? പ്രഷർ കൂടുകയും ഈ പ്രഷറിന്റെ ഫലമായിക്കൊണ്ട് നൈട്രജൻ നമ്മുടെ ബോഡിക്കകത്തേക്ക് എന്തുണ്ട്? നമ്മുടെ ബ്ലഡിനകത്തേക്ക് മിക്സ് ആവുകയും നമ്മുടെ എന്തുണ്ട്? ബോഡികൾ നമ്മുടെ മസിൽസ് ഒക്കെ ബെൻഡ് ആവുകയും ചെയ്യും. ആ സിറ്റുവേഷൻ നമ്മൾ പറയുന്നത് ബെൻഡ് ഫോർമേഷൻ എന്ന് പറയും. ഓക്കെ, ഇനി അതുപോലെ തന്നെ അടുത്തൊരു കണ്ടീഷനാണ് നമുക്ക് അനോക്സിയ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ അനോക്സിയം എന്ത് തന്നെയാണ്? നമുക്ക്
സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ബെൻഡ് ഇൻ സ്ക്യൂബ ഡൈവേഴ്സ്. ഓക്കെ, എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല, സാറ് പറഞ്ഞപ്പോൾ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമൊന്നുമില്ല, എന്ത് മാത്രം കൊടുത്താൽ മതി, ബെൻഡ് ഇൻ സ്ക്യൂബ ഡൈവേഴ്സ്. അതാണ് സെക്കൻഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി തേർഡ് ആപ്ലിക്കേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു മെഡിക്കൽ കണ്ടീഷൻ ഉണ്ട് നമുക്ക്, അനോക്സിയ. അതായത് നമ്മൾ എന്നറിയോ, ഈ ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ ജീവിക്കുന്ന ആളുകളില്ലേ, അതായത് നമുക്ക് മലകളിലൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് ഉണ്ട്, അവർക്ക് നിന്നറിയോ ഓക്സിജന്റെ അളവ്, നമ്മുടെ ബ്ലഡിനകത്തുള്ള ഓക്സിജന്റെ അളവ് വളരെ കുറവായിരിക്കുള്ളൂ. കാരണം എന്താ പറയുക, മുകളിലേക്ക് പോകുന്തോറും പ്രഷർ കുറയാണ് ചെയ്യുക. അങ്ങനെ പ്രഷർ കുറഞ്ഞു കഴിയുമ്പോഴും ബ്ലഡിൽ ഡിസോൾവ് ആകുന്ന ഓക്സിജന്റെ കോൺസെൻട്രേഷൻ അത് ഡിക്രീസ് ചെയ്യും. ആ കണ്ടീഷൻ നമ്മൾ പറയുന്ന പേരാണ് അനോക്സി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പം നമ്മളിത് രണ്ട് ആപ്ലിക്കേഷൻ പറഞ്ഞിട്ടുണ്ടായുള്ളൂ, രണ്ട് ആപ്ലിക്കേഷൻ എഴുതിയാൽ മതി. നമ്മുടെ മൂന്നെണ്ണം തന്നിട്ടുണ്ട്, രണ്ട് ആപ്ലിക്കേഷൻ കൊടുത്താൽ മതി കേട്ടോ നിങ്ങൾ കേട്ടോ. ഓക്കെ, സോ നമ്മൾ അടുത്തേക്ക് പോവുകയാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ പ്രോബ്ലം ആണ്. നോക്കിയേ, ഇവിടെ ഈവൺ വോളിയം, നമുക്കിവിടെ വോളിയം പ്രോബ്ലത്തിനനുസരിച്ച് ആ പ്രോബ്ലം എന്താ പറയുന്നത്, നമുക്ക് പ്രോബ്ലം നമ്മുടെ പ്രോബ്ലത്തിലേക്ക് നോക്കാം. നമുക്ക് 1000 cm³ ഓഫ് എൻ അക്വ സൊല്യൂഷൻ ഓഫ് എ പ്രോട്ടീൻ, അതായത് എന്താ പറയുക, ഒരു പ്രോട്ടീൻ്റെ അക്വ സൊല്യൂഷൻ തന്നിട്ടുണ്ട്. സോ അതിനകത്ത് എന്താ പറയുക, പ്രോട്ടീൻ്റെ ക്വാണ്ടിറ്റി 1.26 gram പ്രോട്ടീൻ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് എന്താ വേണ്ടത്, ദ ഓസ്മോട്ടിക് പ്രഷർ ഓഫ് എ സച്ച് സൊല്യൂഷൻ അറ്റ് 300 Kelvin ടു ബി is found to be അതിന്റെ പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇവിടെ 2.57 10 to 3 കണ്ടിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ മോളാർ മാസ്. നമുക്ക് എന്ത് ചെയ്താൽ മതി, ആ പ്രോട്ടീൻസിന്റെ മോളാർ മാസ് കണ്ടുപിടിക്കണം അല്ലേ, പ്രോട്ടീൻസിന്റെ മോളാർ മാസ് കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത് അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാൻ, നേരെ അതിന്റെ ആൻസറിലേക്ക് പോകാം. നമുക്ക് നോക്കാം, ഇത് ഗീവൺ വോളിയം എത്ര, നമുക്ക് 1000 cm³ ആണ്. അത് നമുക്ക് 1000 cm³ എന്ന് പറയുമ്പോൾ അതെന്തായാലും നമുക്ക് നേരെ കൺവേർട്ട് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറി, 1 ലിറ്റർ അല്ലേ. ഓക്കെ, 1000 cm³ എന്താ, നമുക്ക് 1 ലിറ്റർ ആണ് അല്ലേ. ഇനി W2 എന്താ 1.26, എത്ര പറയുക, നമുക്ക് 1.26 gram ആണ്. ഇവിടുത്തെ എന്ത് കണ്ടിട്ടുണ്ട്, നമുക്ക് നമ്മുടെ പ്രഷർ കണ്ടിട്ടുണ്ടാവും അല്ലേ. നോക്കിയാൽ ഓസ്മോട്ടിക് പ്രഷർ ആണെന്നുണ്ട് പൈ അല്ലെ. ഓസ്മോട്ടിക് പ്രഷർ എന്താണ്, പൈ എന്ന് പറയുന്നത്. പൈ എന്താണ്, ഓസ്മോട്ടിക് പ്രഷർ ആണ്. 2.57 × 10⁻³ ബാർ ആണ് അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ടെമ്പറേച്ചർ നമുക്കറിയാം. എന്താ ടെമ്പറേച്ചർ തന്നിരുന്നതിന് നമുക്ക് എന്തായിരുന്നു, ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. ഡിഗ്രി സെൽഷ്യസ് ആണോ കെൽവിൻ ആണോ നമുക്ക് നോക്കണം. ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കൺവേർട്ട് ചെയ്തോളണം കേട്ടോ. ഓക്കെ, സോ നമുക്ക് തന്നിരിക്കുന്നത് എന്താ, ഡിഗ്രി സെൽഷ്യസിലല്ല കെൽവിനിലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അതിനെ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് ആ കെൽവിൻ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ആൻസറിലേക്ക് കൊടുക്കാം. നമുക്ക് കെൽവിൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസറിലേക്ക് കൊടുക്കാൻ പറ്റും. നോക്കിയേ, അവിടെ എന്താ പറയുന്നത്, ടെമ്പറേച്ചർ = 300 Kelvin ആണ് കേട്ടോ. ഇനി നോക്കിയേ, ആറിന്റെ വാല്യൂ കൂടെ തന്നിട്ടുണ്ട് ഓൾറെഡി. എന്താ പറയുന്നത്, 0.083 അവിടെ തന്നിട്ടുണ്ട് നമുക്ക് അല്ലേ. അത് ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആൻസറിലേക്ക് അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. M2 = W2 ഇക്വേഷൻ ആണ്, M2 ഇക്വേഷൻ ആണ്. M2 = W2 RT / പൈ × V ആണ് ഇക്വേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എവിടെ നിന്നിട്ട്, നമ്മൾ ഹെൻറീസ് ലോയില് ഇവിടെ എന്ത് പറയാ, ഹെൻറീസ് ലോയുടെ ആപ്ലിക്കേഷൻ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ക്വസ്റ്റ്യൻസിൽ നമ്മൾ എന്ത് പറയാ, കുറെ ഡെറിവേഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ഡെറിവേഷന്റെ ഫലമായി കൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ M2 അതുപോലെ തന്നെ എന്താ പറയുക, കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഇല്ലേ, ആ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ എന്താ പറയുക, 4 പ്രോപ്പർട്ടീസ് പഠിക്കുന്നുണ്ട്. ആ 4 പ്രോപ്പർട്ടീസ് നമുക്ക് M2 കണ്ടുപിടിക്കാറുണ്ട് കേട്ടോ. സോ ആ M2 ആണ് കിടക്കുന്നത്. ഹെൻറീസ് ലോ റിലേറ്റഡ് ആയിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിന്റെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് കാണുന്നത് കേട്ടോ. ഹെൻറീസ് ലോ റിലേറ്റ് ചെയ്തുകൊണ്ട് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിന്റെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ രണ്ട് കോൺസെപ്റ്റും തമ്മിൽ ഇന്റർമിക്സ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻ വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ M2 = W2 × RT / പൈ × V അല്ലേ പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, W2ന്റെ വാല്യൂ നമുക്കറിയാം 1.26 ആണ്. ഇൻറ്റു എന്താ, ആറിന്റെ വാല്യൂ അറിയാം എത്രയാണ്, 0.083 ആണ്. ഇനി ടിയുടെ വാല്യൂ നമുക്കറിയാം 300 ആണ്. ഡിവൈഡഡ് ബൈ പൈയുടെ വാല്യൂ നമുക്കറിയാം എത്ര പറയുന്നത്, നമുക്ക് 2.57 × 10⁻³ ഇൻറ്റു നമുക്ക് അടുത്ത് എന്താ വേണ്ടത്, V വോളിയം നമുക്കറിയാം 1 ലിറ്റർ ആണല്ലേ. ചെയ്തു നമുക്ക് എത്ര ആൻസർ കിട്ടി, നമുക്ക് 12.2077 × 10⁻³ gram/mol അല്ലേ. നമ്മുടെ ആൻസർ ഇത് കിടക്കണം കേട്ടോ. എത്ര നമുക്ക് 12.2077 × 10⁻³ gram/mol കേട്ടോ. 12.2077 × 10⁻³ gram/mol ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കി വെച്ചോളാം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതെന്ത് ചെയ്തോളാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോളണം കേട്ടോ. സോ നമുക്ക് എന്ത് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. സോ നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് റിവേഴ്സ് ഓസ്മോസിസ്, റൈറ്റ് ഓൾ എനി വൺ ഓഫ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ കേട്ടോ. ഓക്കെ, റൈറ്റ് എനി വൺ ഓഫ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ. അവിടെ ചെറിയ ടൈപ്പ് മിസ്റ്റേക്ക് ഉണ്ട്, നോക്കി വെച്ചോളൂ കേട്ടോ. വാട്ട് ഈസ് റിവേഴ്സ് ഓസ്മോസിസ്, റൈറ്റ് എനി എന്നാണ് കേട്ടോ. റൈറ്റ് എനി വൺ ഓഫ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ് കേട്ടോ. ഓക്കെ, നോക്കാം മക്കളെ.
ആൻസറിലേക്ക് വരാം നമുക്ക്. അതായത് റിവേഴ്സ് ഓസ്മോസിസ്, ഓസ്മോസിസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളതാണ് റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്നത് കേട്ടോ. അത് ആ കോൺസെപ്റ്റ് തന്നെ ഫസ്റ്റ് കേട്ട് വെച്ചേക്കുക. ഓസ്മോസിസിന് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന എന്താണോ അതാണ് നമ്മൾ എന്ത് പറയുന്നത് റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ if a pressure larger than the osmotic pressure is applied to the solution side, the direction of the osmosis get reversed. അതായത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഓസ്മോസിസിന്റെ ഒരു പ്രഷർ ഇല്ലേ, ഓസ്മോസിസിൽ ഇടുന്ന പ്രഷർ ഉണ്ട്, ആ പ്രഷറിനേക്കാളും എക്സസ് പ്രഷർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഓസ്മോസിസിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രോസസ് നടക്കും. സോ ആ പ്രോസസ്സിന് എന്ത് ചെയ്യുന്നത്, അതായത് ഓസ്മോസിസ് ഗെറ്റ് റിവേഴ്സ്ഡ്, ഓസ്മോസിസ് എന്ത് ചെയ്യുക, തിരിച്ചടക്കും. അതിന് നമ്മൾ പറയുന്നവരാണ് റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി എന്തിനാണ് ഈ പ്രോസസ്സ് യൂസ് ചെയ്യുന്നത്, കുറെ സ്ഥലങ്ങളിൽ യൂസ് ചെയ്യുന്നുണ്ട്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എന്താ പറയുക, നമ്മുടെ റിവേഴ്സ് ഓസ്മോസിസ് യൂസ് ചെയ്യുന്നത് ഡിസലൈനേഷൻ ഓഫ് സീ വാട്ടർ, അതായത് എന്താ പറയുക, നമ്മുടെ കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പ് മാറ്റിയിട്ട് ശുദ്ധവെള്ളമാക്കി മാറ്റാൻ വേണ്ടിയിട്ടാ. അതായത് ഓൾമോസ്റ്റ് മിക്ക ഫോറിൻ കൺട്രീസ്, അതായത് നമ്മൾ എന്താ പറയുക ഗൾഫ് കൺട്രീസിലൊക്കെ ഉണ്ടല്ലോ, ഗൾഫ് കൺട്രീസ്, പിന്നെ ദ്വീപുകൾ, ദാറ്റ് മീൻസ് എന്താ പറയുക കുറേ ഐലൻഡ്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഐലൻഡ്സിലൊക്കെ പ്യുവർ വാട്ടർ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിടെ എന്താ ചെയ്യുന്നത്, സീ വാട്ടറിനെ ഡീസലൈനേഷൻ നടത്തിയിട്ടാണ് ഒരു പോർട്ടബിൾ വാട്ടർ, കുടിക്കാനുള്ള വെള്ളം പോലെ ആക്കി മാറ്റുന്നത്. ദാറ്റ് മീൻസ് പോർട്ടബിൾ വാട്ടർ ആക്കി മാറ്റുന്നത് എങ്ങനെയാണ്, നമ്മുടെ റിവേഴ്സ് ഓസ്മോസിസ് മുഖേനയാണ് കേട്ടോ. ഓക്കെ, അത് വളരെ വലിയൊരു ആപ്ലിക്കേഷൻ ആണ് എന്തിൻ്റെ, റിവേഴ്സ് ഓസ്മോസിസിൻ്റെ കേട്ടോ. സോ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is not an qualitative property? സോ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് ഉറപ്പാണ് കേട്ടോ, മസ്റ്റായിട്ട് ചോദിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തോളാം മക്കളെ, ഈ ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്തോളാം കേട്ടോ. എന്താണ് നമ്മുടെ ഇങ്ങനെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ആൻസർ ചെയ്യും, നമ്മൾ അങ്ങനെ ആൻസർ ചെയ്യണമെങ്കിൽ നമ്മൾ മസ്റ്റായിട്ട് ക്വാളിറ്റേറ്റീവ് പ്രോപ്പർട്ടീസ് പഠിക്കണം. എന്താണ് ക്വാളിറ്റേറ്റീവ് പ്രോപ്പർട്ടീസ് എന്നും ഏതൊക്കെയാണ് 4 തരത്തിലുള്ള ക്വാളിറ്റേറ്റീവ് പ്രോപ്പർട്ടീസ് എന്നുള്ള മസ്റ്റായിട്ട് പഠിച്ചോളൂ കേട്ടോ. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇവിടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ക്വാളിറ്റേറ്റീവ് പ്രോപ്പർട്ടീസ്, തന്നിരിക്കുന്നതിൽ ഏതാണ് ക്വാളിറ്റേറ്റീവ് പ്രോപ്പർട്ടീസ് അല്ലാത്തത്. ഓക്കെ, സോ ഓസ്മോട്ടിക് പ്രഷർ ക്വാളിറ്റേറ്റീവ് പ്രോപ്പർട്ടീസ് ആണോ, ആണ്. വേപ്പർ പ്രഷർ എന്താ പറയാ, നമുക്ക് ക്വാളിറ്റേറ്റീവ് പ്രോപ്പർട്ടീസ് ആണോ, ആണല്ലേ. ദെൻ എന്താ പറയാ, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് അല്ലേ, അതുപോലെ തന്നെ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്, ഇതെല്ലാം നമുക്ക് ഒരുപോലെ തോന്നും അല്ലേ. പക്ഷെ ഒരു പ്രത്യേകത ഉണ്ട്, ഓസ്മോട്ടിക് പ്രഷർ നമുക്കറിയാം എന്താണ്, നമുക്ക് നമ്മുടെ ക്വാളിറ്റേറ്റീവ് പ്രോപ്പർട്ടീസ് വരുന്നതാണ്. വേപ്പർ പ്രഷർ ടേംസ് ക്വാളിറ്റേറ്റീവ് പ്രോപ്പർട്ടീസ് ഉണ്ട്, പക്ഷേ അതിന് മുമ്പിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എലവേഷനോ അല്ലെങ്കിൽ ഡിപ്രഷനോ അങ്ങനെ ടേംസ് അതിന് മുമ്പിൽ ഉണ്ടായിരുന്നു അല്ലേ. അപ്പൊ അതുകൊണ്ട് നമുക്ക് അവിടെ കൺഫ്യൂഷൻ വരുന്നുണ്ട്. കൺഫ്യൂഷൻ ഒരു ആവശ്യമില്ല. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് വേപ്പർ പ്രഷർ. എന്താ കാരണം, നമുക്ക് ഓസ്മോട്ടിക് പ്രഷർ കറക്റ്റ് ആണ്, പിന്നെ എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് കറക്റ്റ് ആണ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് കറക്റ്റ് ആണ് അല്ലേ. ഓക്കെ, വേപ്പർ പ്രഷർ മാത്രം കറക്റ്റ് അല്ലാത്ത ആൻസറേ ഉള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മുടെ ക്വാളിറ്റേറ്റീവ് പ്രോപ്പർട്ടീസ് അല്ലാത്ത ഒരു ടോപ്പിക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് മോർ കൺഫ്യൂസ്ഡ് ആക്കും നമ്മൾ എന്ത് ചെയ്തോളണം, നമ്മൾ മസ്റ്റ് ആയിട്ട് എന്താണ് ക്വാളിറ്റേറ്റീവ് പ്രോപ്പർട്ടീസും ഏതൊക്കെയാണ് പ്രോപ്പർ ആയിട്ടുള്ള ക്വാളിറ്റേറ്റീവ് പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും നമുക്ക് കേട്ടോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നോക്കിയേ, നെക്സ്റ്റ് വൺ, what type of deviations from Raoult's law is executed by mixture of phenol and aniline? Justify your answer അല്ലേ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മളെടുത്ത് ഒരു മിക്സർ കണ്ടിട്ടുണ്ട്. തന്നിരിക്കുന്ന മിക്സർ എന്ന് പറയുന്നത് നമ്മളുടെ മിക്സർ ഓഫ് ഫീനോൾ ആൻഡ് അനിലിൻ, ഫീനോളും അനിലിനും തമ്മിലുള്ള മിക്സർ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. സോ ഇത് ഏത് ടൈപ്പ് ഡീവിയേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. നമുക്കറിയാം റൗൾട്ട്സ് ലോനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഐഡിയൽ സൊല്യൂഷൻ നോൺ ഐഡിയൽ സൊല്യൂഷൻ പറഞ്ഞിരിക്കുന്നത്. അതിൽ നോൺ ഐഡിയൽ സൊല്യൂഷൻ നമുക്ക് എന്ത് ചെയ്യാം, 2 ടൈപ്പായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എന്താ പറയുക, നമുക്ക് നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ ആൻഡ് അനദർ വൺ ഈസ് ദ നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ ഉണ്ട്, നെഗറ്റീവ് ഡീവിയേഷൻ, 2 ടൈപ്പ് നമുക്കവിടെ പറയുന്നുണ്ട്. ഇനി നമുക്ക് കൊടുത്ത മിക്സർ എന്താണ്, ഫീനോളും അനിലിനാണ്. ഇത് ഏത് ഡീവിയേഷൻ ആണ് നമുക്ക് കാണിക്കുന്നത്, ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കണ്ടെത്താൻ പോകുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, നമ്മുടെ നേരെ ആൻസറിലേക്ക് പോവാം. ഓക്കെ, സോ ഇവിടെ എന്താ പറയുന്നത്, ഫീനോൾ അനിലിൻ ആണെങ്കിൽ നെഗറ്റീവ് ഡീവിയേഷൻ ആയിരിക്കുള്ളൂ. എന്തായിരിക്കും, നമുക്ക് നെഗറ്റീവ് ഡീവിയേഷൻ ആയിരിക്കുള്ളൂ കേട്ടോ. ഇത് നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താൻ കുറച്ച് മാർഗ്ഗങ്ങളുണ്ട്, വേറെ ഒന്നല്ല, തിയററ്റിക്കലി കുറേ മാർഗ്ഗങ്ങളുണ്ട്. അല്ലാതെ ഈസി ആയിട്ട് നമുക്ക് എന്താ പറയാം, പെട്ടെന്ന് ഓർത്തിരിക്കാനായിട്ട് കുറച്ച് ഡീവിയേഷൻസ് ഉണ്ട്. നമുക്ക് പോസിറ്റീവ് ഡീവിയേഷൻ നെഗറ്റീവ് ഡീവിയേഷൻ പറഞ്ഞിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സർമാന്ന് കുറേ നോട്ട്സ് ഒക്കെ തന്നിട്ടുണ്ട്. ഒന്ന് പഠിച്ചു വെക്കുക. അതിൽ പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് കാണിക്കുന്നു. ആ പോസിറ്റീവ് ഡീവിയേഷൻ മാത്രം പഠിച്ചാൽ മതി നിങ്ങൾ കേട്ടോ. നെഗറ്റീവ് ഡീവിയേഷൻ എന്തായാലും നമുക്ക് അറിയാൻ പറ്റും, അതല്ലാത്ത വരുന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ഡീവിയേഷൻ ആയിരിക്കുള്ളൂ. അങ്ങനെയാണ് ഓൾമോസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് അത് മാത്രമാണ് ചോദിച്ച് വരുന്നത് കേട്ടോ. ഓക്കെ, സോ നോക്കിയേ, ഫീനോൾ ഫോംസ് സ്ട്രോങ്ങർ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് വിത്ത് അനിലീൻ അല്ലേ. ഫീനോൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് അനിലിനുമായി കൂടിച്ചേർന്നിട്ടുണ്ട്. ഫീനോളും അനിലിനും നമുക്കറിയാം 2 ഹൈഡ്രോ കാർബൺസ് തന്നെയാണ് അല്ലേ. സോ പിന്നെ എന്തുണ്ട്, അവിടെ എന്തായിരിക്കുള്ളൂ, നമുക്ക് നല്ല സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഉണ്ടാവും. സോ ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എൻറ്ററിങ് ടു വേപ്പർ ഫേസ് ഡിക്രീസസ്. അങ്ങനെ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും,
അവർ വിട്ടുകൊടുക്കോ? ഇല്ല. അപ്പൊ അത് വേപ്പർ ഫോമിൽ പാർട്ടിക്കിൾസിന്റെ എന്തായിരിക്കുള്ളൂ? പാർട്ടിക്കിൾസിന്റെ എണ്ണം കുറയും, പാർട്ടിക്കിൾസിന്റെ എണ്ണം ഡിക്രീസ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അതുകൊണ്ട് എന്താ പറയാ, നമ്മളുടെ റൗൾസ് ലോ എന്തായിരിക്കുള്ളൂ? അതായത് നമുക്ക് പാർട്ടിക്കിൾസിന്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്ത് കാണിക്കും? നമുക്ക് പാർട്ടിക്കിൾസ് എണ്ണം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റൗൾസ് ലോ പ്രിഡിക്റ്റ് ചെയ്യുന്ന പോലെ ആകില്ല. ഓക്കെ, അപ്പൊ എന്ത് സംഭവിക്കും? അതിന്റെ വേപ്പർ പ്രഷർ മൊത്തത്തിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡീവിയേഷൻ കാണിക്കും, നമുക്ക് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കും കേട്ടോ. ഓക്കെ, ഡിക്രീസിങ് ആണെങ്കിൽ മസ്റ്റേഡ് എന്തായിരിക്കും? നമുക്ക് അൺപ്രഡിക്റ്റ്, അതായത് പ്രഡിക്ഷന് കറക്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നില്ല എങ്കിൽ എന്തായിരിക്കും? നമുക്ക് നമ്മുടെ നെഗറ്റീവ് ഡീവിയേഷൻ ആയിരിക്കും. എന്തായിരിക്കുള്ളൂ? നെഗറ്റീവ് ഡീവിയേഷൻ ആയിരിക്കുള്ളൂ കേട്ടോ. സോ നമുക്ക് നമ്മുടെ എന്താ പറയാ സൊല്യൂഷൻസിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം എന്ത് ചെയ്തോളൂ മക്കളെ, എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഓക്കെ, യെസ് മക്കളെ, അപ്പൊ നമ്മൾ നമ്മുടെ ഓണം എക്സാം ചോദിക്കാൻ പോകുന്ന കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് വന്നിരിക്കുകയാണ് അടുത്ത ചാപ്റ്ററിലുള്ള ഇലക്ട്രോ കെമിസ്ട്രി കേട്ടോ. സോ നെക്സ്റ്റ് ചാപ്റ്റർ ആണ് ഇലക്ട്രോ കെമിസ്ട്രി. സോ ഇതിലും നമുക്ക് എന്തുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയി വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ മക്കളെല്ലാവരും എന്ത് ചെയ്തോളൂ, വീണ്ടും ആ പേനയും പെൻസിലൊക്കെ എടുത്ത് ഫ്രണ്ടിൽ വെക്കുക, ബുക്സും വേണം, നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കേട്ടോ. സോ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യണം. നമ്മളുടെ നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് എന്താ പറയുന്നത്, ദ ഗ്രാഫ് ഷോയിങ് the variation of molar conductance with the concentration of weak and strong acid are given. Okay, so നിങ്ങൾക്ക് നോക്കാം കേട്ടോ. ഇവിടെ നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്, എക്സ്പ്ലെയിൻ ദ ഡിപേ-ഹക്കിൾ ഓൺ-സാഗർ ഇക്വേഷൻസ്. ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ ഇരിക്കുന്നതാരും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണത്. സോ ബി, വേർഡ് ഈസ് മോളാർ കണ്ടക്ടൻസ്. എന്താണ് മോളാർ കണ്ടക്ടൻസ്? സോ അടുത്ത ക്വസ്റ്റ്യൻസ് പറയുന്നത്, കാൽക്കുലേറ്റ് ദ മോളാർ കണ്ടക്ടൻസ് ഓഫ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ. ഓർത്ത് വെച്ചോളൂ കേട്ടോ, എന്താ പറയുന്നത്, ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ ആണ് പറയുന്നത്. ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ ഓഫ് NH3OH ആണ്, സോറി NH4OH ആണ്. ഗിവൺ ദാറ്റ് ഡെൽറ്റ എം എന്ന് പറയുന്നത്, അവിടെ ഡെൽറ്റ എന്താ സ്റ്റാൻഡേർഡ് അവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോട്ട് അവിടെ ഉണ്ട് കേട്ടോ, അത് മാറിപ്പോകരുത്. ഫോർ NaCl, NaOH ആൻഡ് NH4Cl ആർ ഫസ്റ്റത്തെ നമുക്ക് 126.4ഉം സെക്കൻഡ് നമുക്ക് 248.1ഉം തേർഡ് വൺ എന്ന് പറയുന്നത് 129.8 ഓം ആണ്. എന്താ പറയുക, സെന്റിമീറ്റർ മോൾ റേസ് തന്നിട്ടുണ്ട് അല്ലേ. നമുക്ക് എന്താ വേണ്ടത്, നമുക്ക് നേരെ നമ്മുടെ ആൻസറിലേക്ക് പോകാം. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് പോകാം. ഇക്വേഷൻ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. നമ്മുടെ ഡെൽറ്റ എം ഈസ് ഈക്വൽ ടു ഡെൽറ്റ നോട്ട് എം മൈനസ് എ റൂട്ട് സി അല്ലേ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതൊന്ന് പഠിച്ചു വെച്ചോളൂ കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓൺ-സാഗർ ഇക്വേഷൻ കേട്ടോ. ഓക്കെ, അതുകൊണ്ട് മറന്നു പോകരുത്. സോ നെക്സ്റ്റ്, എന്താണ് മോളാർ കണ്ടക്ടിവിറ്റി? The molar conductivity of the conductivity of 1 mole of an electrolytic solution kept between 2 electrodes of a conductivity cell with a unit area of the cross section and at a distance of unit length. അതായത് വേറെ ഒന്നുമില്ല, നമുക്ക് എന്തുണ്ട്, നമ്മളുടെ മോളാർ കണ്ടക്ടിവിറ്റി എന്താണ്, നമുക്ക് നമ്മൾ എടുത്തിരിക്കുന്ന സൊല്യൂഷനകത്ത് 2 ഇലക്ട്രോഡ് ഉണ്ട്. ആ ഇലക്ട്രോഡിന്റെ കണ്ടക്ടിവിറ്റി ഡിസ്റ്റൻസ് എന്താ പറയുക, നമുക്ക് 1 സെന്റിമീറ്റർ അല്ലേ. ആ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് എന്താ പറയുക, നമുക്ക് ഏരിയ ക്രോസ് സെക്ഷനോട് പറഞ്ഞിട്ടുണ്ട് അറ്റ് എ യൂണിറ്റ് ലെങ്ത്. ഓക്കെ, ഒരു യൂണിറ്റ് ലെങ്ത്തിൽ ഉണ്ടാകുന്ന കണ്ടക്ടിവിറ്റി ആണ് നമ്മൾ എന്ത് പറയുന്നത്, മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, സോ ഇനി നമ്മൾ അടുത്തേക്ക് പോവുകയാണ്, നമ്മുടെ പ്രോബ്ലത്തിലേക്ക് പോകാം. നമുക്ക് ഗിവൺ ഡെൽറ്റ എം എന്ന് പറഞ്ഞത് നോക്കി, NaCl is equal to അവിടുത്തെ ഓരോന്നിന്റെ വാല്യൂ ഒക്കെ തന്നിട്ടുണ്ട്. NaCl equal to 126.4 സെന്റിമീറ്റർ ആണ് 4 ആണ് പറഞ്ഞിരിക്കുന്നത്. ഇനി NaOH ആണെങ്കിൽ നമുക്ക് 248.1 ആണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് NH4Cl ആണെങ്കിലോ, NH4Cl ആണെങ്കിൽ 129.8 ആണ് കേട്ടോ. NH4Cl കേട്ടോ, ഒരു നമുക്കൊന്ന് കാര്യം ശ്രദ്ധിച്ചോളണം, NH4Cl ആണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കോളറാഷസ് ലോ അനുസരിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആഡ് ചെയ്ത് കൊടുക്കുക അല്ലെ. അപ്പൊ നമുക്ക് അവിടെ നമുക്ക് വരുന്ന ആൻസർ എന്ന് പറയുന്നത് എന്താണ്, 248.1 പ്ലസ് 129.8. ഇനി മൈനസ് ആണ് അല്ലേ, ലോ അനുസരിച്ച് മൈനസ് ആണ് നമുക്ക് വരാം. മൈനസ് 126.4 is equal to 251.5 അല്ലേ, യൂണിറ്റ് എഴുതിക്കോളൂ കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മളുടെ എന്ത് പറയുന്നത്, നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഓർത്ത് വെച്ചോളണേ, ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് ഏതാണോ ലോ വരുന്നത് ആ ലോ ഫൈൻഡ് ചെയ്തുകൊണ്ട് അപ്ലൈ ചെയ്യുന്നുള്ളതാണ് നമ്മുടെ ഒരു എന്ന് പറയുന്നത്. നമുക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രോബ്ലത്തിൽ ഡിഫിക്കൽട്ട് ആയിട്ട് വരുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കോളറാഷസ് ലോ ആണ്. ആ ലോ ഫൈൻഡ് ചെയ്യുക, ആ ലോ ഫൈൻഡ് ചെയ്തിട്ട് ഇക്വേഷൻ അവിടേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഓക്കെ, സെർട്ടൻ ഗാൽവനിക് സെൽ വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ. അതായത് സെല്ലില്ലാത്ത, അതായത് ഗാൽവനിക് സെല്ലുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരാത്ത
ഒരൊറ്റ ക്വസ്റ്റ്യൻസ് പോലും എന്തുണ്ടാവില്ല നമുക്ക് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ, അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവാതിരിക്കില്ല. അപ്പോൾ എന്ത് ചെയ്തോളാം, എല്ലാ ഗാൽവനിക് സിലിണ്ടർ റിലേറ്റഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തോളാം, മസ്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചോളാം കേട്ടോ. ഓക്കെ, സോ നോക്കാം നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ certain galvanic cells are designed to convert the energy of combustion to fuel is directly into electrical energy. നമ്മൾ എന്ത് ചെയ്യുന്നത്, കൈനറ്റിക് എനർജി, അത് തന്നിരിക്കുന്ന ഒരു എനർജിയെ എന്താണ് കെമിക്കൽ എനർജി അല്ലെ, ഈ കെമിക്കൽ എനർജി നമ്മൾ എന്താക്കി മാറ്റും, ഇലക്ട്രിക്കൽ എനർജി ആക്കി കൺവേർട്ട് ചെയ്യുക അല്ലെ. അവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഇവിടെ വേറൊരു കാര്യമാണ് കേട്ടോ, കമ്പഷൻ, അതായത് ബേണിംഗ് അല്ലെങ്കിൽ കമ്പഷനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ബാക്കിയുള്ള എല്ലാ ഗാൽവനിക് സെല്ലിലും നടക്കുന്നത് കെമിക്കൽ എനർജി, അവിടെ ഒരു എന്താ പറയാ നമുക്ക് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്. എന്നാൽ എന്താ പറയാ ഒരു സെല്ലിൽ മാത്രം അവിടെ കെമിക്കൽ റിയാക്ഷൻ നമുക്ക് പറയാൻ പറ്റില്ല, അവിടെ കമ്പഷൻ നടക്കുന്നത്. കമ്പഷൻ നടന്നുകൊണ്ടാണ് നമുക്ക് എന്തുണ്ടാവുന്നത്, നമ്മുടെ അവിടെ എനർജി റിലീസ് ചെയ്യുന്നത് അല്ലെ. അത് ഏത് ടൈപ്പാണെന്ന് നോക്കണം. നെയിം എബവ് ദ ടൈപ്പ് ഓഫ് ഗാൽവനിക് സെൽ, അതായത് നമുക്ക് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഏത് ടൈപ്പ് ഗാൽവനിക് സെല്ലാണ്. ഓക്കെ, അത് കണ്ടുപിടിക്കുന്നത് നമുക്ക്. ഗീവ് ആൻ എക്സാമ്പിൾസ് ഓഫ് ദ എബവ് സെൽ, തന്നിരിക്കുന്ന സെൽസിനുള്ള ഒരു എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി സി എന്ന് പറഞ്ഞാൽ എന്താണ്, റെപ്രസെന്റ് ദ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് അറ്റ് ആനോഡ് ആൻഡ് കാഥോഡ് ഓഫ് ദ ടൈപ്പ് ഓഫ് സെൽ അല്ലെ. അതായത് മുകളിൽ കൊടുത്തിരിക്കുന്ന ഏതാണോ സെല്ല്, ആ സെല്ല് നടക്കുന്ന ആനോഡിലും കാഥോഡിലും നടക്കുന്ന റിയാക്ഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്ത് പറയാ, മെൻഷൻ എനി 2 അഡ്വാൻറ്റേജസ് ഓഫ് ദ എബവ് സെൽ, മുകളിൽ പറയുന്ന സെൽസിന്റെ ഏതെങ്കിലും 2 അഡ്വാൻറ്റേജസ് എഴുതാം അല്ലെ. ഗാൽവനിക് സെൽ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെല്ലും കൂടെയാണ് ഫ്യൂവൽ സെൽ എന്ന് പറയുന്നത് കേട്ടോ. ഫ്യൂവൽ സെൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഗാൽവനിക് സെൽ പോലെ തന്നെ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് എന്താണ് നമ്മുടെ ഫ്യൂവൽ സെൽ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, സോ അപ്പം സാറ് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏത് ടൈപ്പ് സെല്ലാണെന്ന്. സോ നമ്മൾ ഇവിടുത്തെ ഗാൽവനിക് സെൽ എന്ന് പറയുന്നത് H2O2 ഫ്യൂവൽ സെല്ലാണ്. അതായത് നമുക്ക് H2O2 ഫ്യൂവൽ സെല്ലാണ് നമ്മളുടെ ഏത് ഇവിടുത്തെ ടൈപ്പ് ഓഫ് ഗാൽവനിക് സെൽ എന്ന് പറയുന്നത് കേട്ടോ. സോ ഇനി നമുക്ക് വേണ്ടത്, നമുക്ക് ഇനി അവിടെ നടക്കുന്നത് ഏത് ടൈപ്പ് സെല്ലായിരുന്നു മുകളിൽ തന്നിരുന്നത്, H2O2 ഫ്യൂവൽ സെല്ലായിരുന്നു. ഓക്കെ, സോ എയുടെ ആൻസർ ഫ്യൂവൽ സെല്ലാണ്, ബിയുടെ ആൻസർ നമുക്ക് H2O2 ഫ്യൂവൽ സെല്ലാണ്. ഇനി സിയിൽ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് ആനോഡിലും കാഥോഡിലും റിയാക്ഷൻ നടക്കുന്നത്. ഇവിടെ ആനോഡിലുണ്ട് കാഥോഡിലും കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്. ഇനി ആനോഡിൽ എന്ത് നടക്കുന്നു, കാഥോഡിൽ എന്ത് നടക്കുന്നു അല്ലെ, വേറെ ഒന്നുമില്ല. നമുക്ക് എന്തുണ്ട്, H2 + 4OH- gives 4H2O + 4 ഇലക്ട്രോൺസ് അല്ലെ. കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ നമുക്ക് O2 + 2H2O + ഇലക്ട്രോൺസ് gives 4OH-. ഇനി ഓവറോൾ റിയാക്ഷൻ എന്താ പറയുന്നത്, ഓവറോൾ റിയാക്ഷൻ നമുക്കറിയാം, കാരണം നമ്മുടെ ഫ്യൂവൽ സെൽസിന്റെ റിയാക്ഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫ്യൂവൽ സെൽസിന്റെ റിയാക്ഷൻ കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പ്യുവർ വാട്ടർ ആണ്. ഓക്കെ, ആ പ്യുവർ വാട്ടർ ആകുമ്പോൾ എന്തുണ്ടാവണം, നമുക്ക് H2O ഉണ്ടാവണം അല്ലെ. അത് 2H2 + O2 gives 2H2O കേട്ടോ. ഓക്കെ, 2H2 + O2 gives 2H2O, അതായത് 4 ഹൈഡ്രജനും 2 ഓക്സിജനും റിയാക്ട് ചെയ്തുകൊണ്ട് 2 മോൾ വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഫ്യൂവൽ സെല്ലിന്റെ ഓവറോൾ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഫ്യൂവൽ സെല്ലിന്റെ ഓവർ റിയാക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ആനോഡിക് റിയാക്ഷൻ എഴുതണം, ആനോഡ് റിയാക്ഷൻ മസ്റ്റായിട്ട് എഴുതണം, ആനോഡ് റിയാക്ഷൻ കാഥോഡ് റിയാക്ഷൻ മസ്റ്റായിട്ട് എഴുതാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തോളണം, ആനോഡ് റിയാക്ഷൻ കാഥോഡ് റിയാക്ഷൻ കഴിഞ്ഞ് കണ്ടിട്ടുണ്ടെങ്കിൽ നോക്കിക്കോളാം. നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് 2H2, ആ 2H2 എടുത്ത് എഴുതാം. OH- ചാർജ് ഉള്ളത് അത് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി നമുക്ക് എന്തിന്റെ O2, ഇവിടെ O2 എഴുതാം, ഇലക്ട്രോൺസ് എഴുതേണ്ട ആവശ്യമില്ല. പ്രൊഡക്റ്റ് എടുത്തിട്ട് നമുക്ക് പ്രൊഡക്റ്റ് 2H2 വാട്ടർ മോളിക്യൂൾസ് നമുക്ക് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ആനോഡിന്റെയും കാഥോഡിന്റെയും റിയാക്ഷൻ എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് എന്ത് ചെയ്തോളാം, അടുത്തത് ഇതിന്റെ അഡ്വാൻറ്റേജസ്, വളരെ ഇമ്പോർട്ടൻ്റ് അഡ്വാൻറ്റേജസ്. ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ് അഡ്വാൻറ്റേജസ് ഓഫ് ഫ്യൂവൽ സെൽ കേട്ടോ. അപ്പൊ അഡ്വാൻറ്റേജസ് ഓഫ് ഫ്യൂവൽ സെൽ എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ ഫസ്റ്റ് അഡ്വാൻറ്റേജ് നോക്കാം. എന്താ പറയുന്നത്, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ദ സെൽ വർക്ക് കണ്ടിന്യൂസ്ലി ആസ് ലോങ് ആസ് ദ റിയാക്ടന്റ് ആർ സപ്ലൈഡ്. നമ്മൾ റിയാക്ടന്റ് എത്ര നാൾ കൊടുക്കുന്നോ അത്രയ്ക്ക് എന്ത് ചെയ്തോളും, ഇത് റിയാക്ട് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിലും റിയാക്ടന്റ് എന്താ നമുക്ക് പറഞ്ഞിരിക്കുന്നത്, റിയാക്ടന്റ് ഹൈഡ്രജൻ ഓക്സിജൻ ആണ് അല്ലേ. ഓക്കെ, അപ്പൊ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, വളരെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒന്നായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് നമുക്ക് എപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. ഇനി അടുത്തത് ഇറ്റ് ഹാസ് ഹയർ എഫിഷ്യൻസി ആസ് കമ്പയർഡ് ടു അതർ കൺവേർഷൻ സെൽ. അതായത് നമ്മളിപ്പോൾ മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്നിരുന്ന ബാറ്ററികളെക്കാളും കുറേയും കൂടെ സെൽസിനേക്കാളും കുറേയും കൂടെ എന്ത് പറയുക, ഹയർ എഫിഷ്യൻസി കാണിക്കുന്ന ഒന്നാണെന്ന് പറയുന്നത് നമ്മുടെ ഫ്യൂവൽ സെൽ എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് ഇറ്റ് ഇസ് ഇക്കോ ഫ്രണ്ട്ലി സിൻസ് വാട്ടർ ഈസ് ഓൺലി പ്രൊഡക്റ്റ് ഫോംഡ്. അതായത് ഇത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജസ് മൂന്നാമത്തെ പോയിന്റ് ആണ് കേട്ടോ. എന്താ പറയുന്നത്, ഇറ്റ് ഇസ് എൻ ഇക്കോ ഫ്രണ്ട്ലി. അതായത് ഇത് നമ്മുടെ ഈ ബാറ്ററി ഉണ്ടല്ലോ, ഹൈഡ്രജൻ ഓക്സിജൻ നമ്മൾ റിയാക്ട് ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ വേറെ കെമിക്കൽ സബ്സ്റ്റൻസ് ഒന്നും ഉണ്ടാവണില്ല. ഉണ്ടാകുന്നത് എന്താ, നമുക്ക് പ്യുവർ വാട്ടർ ആണ് കേട്ടോ. വാട്ടർ ആണ് ഉണ്ടാവുന്ന ബൈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഓക്കെ, വേറെ ഒന്നും അവിടെ ഉണ്ടാവുന്നില്ല.
സോ അതുകൊണ്ട് ഇത് വളരെ ഇക്കോ ഫ്രണ്ട്ലി ആണ്, പൊല്യൂഷൻ ലീഡ് ചെയ്യുന്നില്ല. ഇക്കോ ഫ്രണ്ട്ലി ആണ്, പൊല്യൂഷൻ ലീഡ് ചെയ്യുന്നില്ല കേട്ടാ. ഇനി അടുത്തത് വാട്ടർ ഒബ്റ്റൈൻഡ് ഫ്രം H2O2 ഫ്യൂവൽ സെൽ ക്യാൻ ബി യൂസ് ഫോർ ഡ്രിങ്കിങ്. അതായത് എന്താ പറയാ, നമുക്ക് സാധാരണ നമ്മളുടെ എയർക്രാഫ്റ്റ് വെഹിക്കിൾസ് ഇല്ലേ, അതായത് എയർക്രാഫ്റ്റ് വെഹിക്കിൾസ് നമ്മൾ റോക്കറ്റുകൾ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലോഞ്ചിങ് സ്റ്റേഷൻസ് ഇല്ലേ, അവിടെയൊക്കെ എന്താ പറയുക, അവിടെയൊക്കെ എന്താ പറയുക, അതിന് പോകുന്നവരും അവിടെ സ്റ്റേ ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അവിടെ വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അവരൊക്കെ കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതൽ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ H2O2 ഫ്യൂവൽ സെൽ ഉണ്ടല്ലോ, അത് കഴിഞ്ഞുണ്ടാകുന്ന വാട്ടർ ആണ് എന്താ പറയുക, ഡ്രിങ്കിങ് പർപ്പസിനും അല്ലെങ്കിൽ എന്താ പറയുക, അവർക്ക് വാട്ടറിന്റെ ആവശ്യം വരുമ്പോൾ എടുക്കുന്നത് ഇതായിരിക്കുള്ളൂ കേട്ടോ. ഓക്കെ, സോ ഇത്രയുമാണ് നമ്മളുടെ അഡ്വാൻറ്റേജസ്, നമ്മുടെ ഫ്യൂവൽ സെൽസിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. 4 അഡ്വാൻറ്റേജസ് ഉണ്ട്, ഏതെങ്കിലും 2 അഡ്വാൻറ്റേജസ് മസ്റ്റ് ആയിട്ട് എഴുതുക. എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ തേർഡ് പോയിന്റ് ഇല്ലേ, ഇറ്റ് ഇസ് ഇക്കോ ഫ്രണ്ട്ലി, ഇത് എപ്പോഴും വെച്ചോളൂ കേട്ടോ. കാരണം അതാണ് നമ്മുടെ ഫ്യൂവൽ സെൽസിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ അതൊരു വലിയൊരു പോയിന്റ് ആണ്. എന്താ പറയുന്നത്, ഇറ്റ് ഇസ് എ ഇക്കോ ഫ്രണ്ട്ലി. ഓക്കെ, ഇറ്റ് ഇസ് എ ഇക്കോ ഫ്രണ്ട്ലി, അല്ലെങ്കിൽ വേറെ ടേംസ് ഇറ്റ് ഇസ് എ പൊല്യൂഷൻ ഫ്രീ, അങ്ങനെ എഴുതിക്കോട്ടെ, എന്തായാലും കുഴപ്പമില്ല. ഇറ്റ് ഇസ് എ പൊല്യൂഷൻ ഫ്രീ അല്ലെങ്കിൽ ഇറ്റ് ഇസ് എൻ ഇക്കോ ഫ്രണ്ട്ലി, എന്തായാലും കുഴപ്പമില്ല. ആ പോയിന്റ്സ് മസ്റ്റ് ആയിട്ട് നമുക്ക് വേണം കേട്ടോ. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, അടുത്ത ക്വസ്റ്റിനിലേക്ക് നമ്മൾ മൂവ് ചെയ്യണം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലെഡ് സ്റ്റോറേജ് സെൽ. ലെഡ് സ്റ്റോറേജ് സെൽ ഇസ് എ കോമൺലി യൂസ് സെക്കൻഡറി സെൽ ഇൻ ദ ഓട്ടോമൊബൈൽസ് അല്ലേ. ലെഡ് സ്റ്റോറേജ് ബാറ്ററി നമുക്കറിയാം എന്താണ്, സെക്കൻഡറി സെല്ലാണത്. ഓക്കെ, സോ കാരണം നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റും അല്ലേ, നമ്മൾ അത് യൂസ് ചെയ്യുന്നു, ചാർജ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും അത് കറണ്ടുമായി കണക്ട് ചെയ്യും, റീചാർജ് ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ അല്ലേ, അതുകൊണ്ട് നമ്മൾ സെക്കൻഡറി ബാറ്ററി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ വാട്ട് ഈസ് സെക്കൻഡറി സെൽ, എന്താണ് സെക്കൻഡറി സെൽ, ഞാനിപ്പോൾ ആൻസർ പറഞ്ഞു. Then what are the anode and cathode of the cells? ഇതിനകത്തുള്ള ആനോഡും കാഥോഡും ഏതാണ്? Write down the reactions at anode and cathode during the discharge of the cells അല്ലേ. നമുക്ക് എന്ത് ചെയ്തോളാം, ഇത് എനർജി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഡിസ്ചാർജ് സേവ് ചെയ്ത എനർജി പുറത്തേക്ക് വിടുക അല്ലെ. ആ എനർജി പുറത്തേക്ക് പോകുമ്പോൾ ഇവിടെ നടക്കുന്ന ആനോഡിലും കാഥോഡിലും നടക്കുന്ന റിയാക്ഷൻസ് എന്താണ്, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കേട്ടോ. സോ നമ്മൾ ഇതാ ആൻസറിലേക്ക് പോവുകയാണ്. സോ ദീസ് സെൽസ് ആർ ദാറ്റ് ക്യാൻ ബി റീചാർജ് ആൻഡ് റീയൂസ് ഹിയർ ദ സെൽ റിയാക്ട്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റും അല്ലേ. അതായത് ചാർജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചാർജ് മീൻസ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാർജ് കഴിയുകയും ചാർജ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കറണ്ടിൽ കണക്ട് ചെയ്തുകൊണ്ട് അത് വീണ്ടും ചാർജ് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് അവിടെ കെമിക്കൽ റിയാക്ഷൻ നടന്നുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറും. ഇനി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് മാറും, നമുക്ക് അവിടെ കെമിക്കൽ എനർജി ആക്കി കൺവേർട്ട് ചെയ്യും അല്ലേ. ഇതിങ്ങനെ സൈക്ലിക് പ്രോസസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇതിനെ പറയുന്നവരാണ് സെക്കൻഡറി സെൽ എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് 2 റിയാക്ഷൻ അവിടെ പറഞ്ഞിട്ടുണ്ട്, ആനോഡിലെയും കാഥോഡിലെയും റിയാക്ഷൻ വേണം നമുക്ക്. ആനോഡ് നടക്കുന്നത് അവിടെ ലെഡ് ആണ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നത്, കാഥോഡായിട്ട് യൂസ് ചെയ്യുന്നത് അല്ലേ. ലെഡ് ആനോഡായിട്ട് യൂസ് ചെയ്യുന്നു, കാഥോഡ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് അവിടെ യൂസ് ചെയ്യുന്നത് ലെഡിന്റെ ഓക്സൈഡ് ആണ് കേട്ടോ. ഓക്കെ, ആനോഡായിട്ട് ലെഡ് യൂസ് ചെയ്യുന്നുണ്ട്, കാഥോഡായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ലെഡിന്റെ ഓക്സൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം ആനോഡ് റിയാക്ഷൻ എന്താണ്, നമുക്ക് ലെഡ് SO4 എന്താണ് മക്കളെ, എവിടെ നിന്ന് SO4 ഒക്കെ. SO4 വേറെ ഒന്നല്ല, നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ബാറ്ററി വാട്ടർ എന്നൊക്കെ പറയില്ല നമ്മൾ, അതായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ വളരെ ഡൈല്യൂട്ട് ആയിട്ടുള്ള സൾഫ്യൂരിക് ആസിഡ്, വളരെ ഡൈല്യൂട്ട് ആയിട്ടുള്ള സൾഫ്യൂരിക് H2SO4 സൾഫ്യൂരിക് ആസിഡ് ആണ് യൂസ് ചെയ്യുന്നത്. ആ ഡിസോസിയേറ്റ് ചെയ്യുമ്പോഴാണ് SO4 പിന്നെ എന്ത് നമുക്ക് H+ ഉണ്ടാവണം കേട്ടോ. SO4 H+ ആയിട്ട് മാറണം ചെയ്യുക ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ കേട്ടോ. ഇവിടെ നമുക്ക് എന്ത് PB ലെഡ് SO4 കുടിച്ച് എന്തായിട്ട് മാറി, നമുക്ക് ലെഡ് സൾഫേറ്റ് അല്ലെ. അപ്പൊ 2- എവിടേക്ക് പോയി, ആ 2- ആണ് സെപ്പറേറ്റ് പുറത്തേക്ക് പോയിക്കുന്നത് കേട്ടോ. 2- ഉണ്ട് ഇവിടെ. ഓക്കെ, ലെഡ് സൾഫേറ്റും then 2 ഇലക്ട്രോൺസ് ആയിട്ട് മാറി കേട്ടോ. ഇനി കാഥോഡിൽ എന്ത് സംഭവിക്കും, നമ്മുടെ ലെഡ് ഓക്സൈഡ് എവിടെ നിന്ന് വന്നതാ, ഈ കിടക്കുന്ന ലെഡ് ഓക്സൈഡ് കേട്ടോ. നമ്മുടെ കാഥോഡിൽ ലെഡ് ഓക്സൈഡ് പ്ലസ് SO4 കേട്ടോ. SO4 ഓക്കെ, പ്ലസ് 4H+. ഓക്കെ, 4H+ പ്ലസ് 2 ഇലക്ട്രോൺസ്. ഇവിടുത്തെ 2 ഇലക്ട്രോൺസ് ഉണ്ട്, പ്ലസ് നമുക്ക് ഇവിടെ 2 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ. അത് പോവും. അപ്പൊ എന്തായിട്ട് മാറും, ലെഡ് സൾഫേറ്റ് ആയിട്ട് മാറും. ഈ ലെഡ് SO4 ഇല്ലേ, SO4 ഇവിടുത്തെ 2 ഇലക്ട്രോൺസ് ഇല്ലേ, അത് തമ്മിൽ പോയി എന്ത് പറയാ, ബന്ധം കൂടിക്കഴിഞ്ഞാൽ അത് 0 ആയിട്ട് മാറുന്നുണ്ട്. റിയാക്ഷൻ സ്റ്റേബിളൈസർ ഉണ്ട് സാർ കേട്ടോ. ഓക്കെ, ലെഡ് സൾഫേറ്റും പ്ലസ് എന്തായിട്ട് മാറും, നമുക്ക് 2H2 ആയിട്ട് മാറും കേട്ടോ. ഇതാണ് ഇവിടുത്തെ ആനോഡിലെയും കാഥോഡിലെയും റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ സെക്കൻഡറി സെല്ലും ഇമ്പോർട്ടന്റ് ആണ്. ലെഡ് സ്റ്റോറേജ് ബാറ്ററി ആണ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നത്, സെക്കൻഡറി സെല്ലായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, സോ നമ്മുടെ 3rd ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നോക്കാം, ഫ്രം ദ പൊസിഷൻ ഓഫ് എലമെന്റ് ഇൻ ഇലക്ട്രോകെമിക്കൽ സീരീസ്. അപ്പൊ അടുത്ത കോൺസെപ്റ്റിലേക്ക് നമ്മൾ പോകും കേട്ടോ. ഇലക്ട്രോകെമിക്കൽ സീരീസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, സീരീസ് Cu can displace Ag from AgNO3 solution. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു, നമ്മളുടെ
AgNO3 സൊല്യൂഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, Ag എടുത്ത് മാറ്റിയിട്ട് അവിടെ ആരെ കൊടുത്തു, നമ്മൾ കോപ്പറിനെ കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ റെപ്രസെന്റ് ദ സെൽ കൺസ്ട്രക്റ്റഡ് വിത്ത് Cu ആൻഡ് Ag ഇലക്ട്രോഡ്സ്, അതായത് നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ Cu Ag വെച്ചുകൊണ്ട് ഒരു സെൽ റെപ്രസെന്റേഷൻ ആണ് പറയുന്നത് കേട്ടോ. ഒരു സെല്ല് കൺസ്ട്രക്ട് ചെയ്യുന്നത് വേണ്ട, നമുക്ക് എന്ത് ചെയ്താൽ മതി, സെൽ റെപ്രസെന്റേഷൻ മാത്രം കൊടുത്താൽ മതി. ഇനി റൈറ്റ് ഡൗൺ ദ സെൽ റിയാക്ഷൻ ടേക്ക് പ്ലേസ് അറ്റ് ദ ആനോഡ് ആൻഡ് കാഥോഡ്, ആനോഡിലും കാഥോഡിലും നടക്കുന്ന റിയാക്ഷൻസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ദെൻ അടുത്തത് റൈറ്റ് ദ നോൺസ്റ്റ് ഇക്വേഷൻ ഫോർ ദ എബവ് സെൽ റിയാക്ഷൻ, നമ്മൾ എന്ത് ചെയ്തോളണം, നമ്മുടെ ഈ സെൽ റിയാക്ഷനിലേക്ക് നമ്മൾ എന്താ അപ്ലൈ ചെയ്യുക, നോൺസ്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക കേട്ടോ. ഓക്കെ, നോൺസ്റ്റ്. അപ്പോൾ ഒരു കാര്യമുണ്ട്, നമുക്ക് രണ്ട് കോൺസെപ്റ്റ് ഒരുമിച്ച് വന്നിരിക്കുന്നത് അല്ലേ, നമ്മുടെ ഗാൽവനിക് സെൽസ് അല്ലെങ്കിൽ സെല്ലും കണ്ടിട്ടുണ്ട്, നമ്മുടെ നോൺസ്റ്റ് ഇക്വേഷൻ കൂടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടെ കൂടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. സോ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, ആൻസറിലേക്ക് പോവാം. സോ ആൻസർ എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, ഫസ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്, റെപ്രസെന്റേഷൻ അല്ലേ. നോക്കിയേ, സി എന്താ സംഭവിക്കുക, ലോസ് ഓഫ് ഇലക്ട്രോൺസ് അല്ലേ. ദെൻ Cu2+, കണ്ടോ, Cu2+ ആയിട്ട് മാറി. ഈ രണ്ട് ബാർ എന്താണെന്ന് അറിയാലോ, ഈ രണ്ട് സ്ലാഷ് എന്താണ്, അത് നമ്മുടെ സോൾട്ട് ബ്രിഡ്ജ് ആണ്. എന്താണ്, നമുക്കത് സോൾട്ട് ബ്രിഡ്ജ് ആണ്. ദെൻ Ag+Ag അല്ലേ. ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മുടെ സെൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് സെൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, Cu2+, അവിടെ ഡബിൾ സ്ലാഷ് ഉണ്ട്. ഈ ഡബിൾ സ്ലാഷ് റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മുടെ സോൾട്ട് ബ്രിഡ്ജ് ആണ്. Ag+Ag ഉണ്ട് അല്ലേ. ഓക്കെ, സോ അത് കഴിഞ്ഞാൽ നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്, ബി ക്വസ്റ്റ്യനിലേക്ക് പോവാം. ബി ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എന്താ, നമുക്ക് ആനോഡ് റിയാക്ഷനും കാഥോഡ് റിയാക്ഷനും അല്ലേ. ആനോഡിൽ എന്താ സംഭവിക്കുക, ആനോഡിൽ എന്താ സംഭവിക്കുക, Cu അല്ലേ. Cu ആകുമ്പോൾ സംഭവിക്കും, C ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കും, അതായത് ആനോഡിൽ ഓക്സിഡേഷൻ സംഭവിക്കുന്നുണ്ട്. കാഥോഡ് ആകുമ്പോഴോ ഇലക്ട്രോൺസിനെ റിസീവ് ചെയ്യും. ദാറ്റ് മീൻസ് അവിടെ റിഡക്ഷൻ സംഭവിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ ഫസ്റ്റ് നോക്കി എന്താ പറയുന്നത്, Cu എന്തായിട്ട് മാറി, Cu gives Cu2+ 2 ഇലക്ട്രോൺസ് അല്ലേ. Cu2+ 2 ഇലക്ട്രോൺസ്, 2 ഇലക്ട്രോൺസ് ആയില്ലേ. ഈ 2 ഇലക്ട്രോൺസ് ആവുന്ന പ്രോസസ്സ്, ഇലക്ട്രോൺസ് എന്താ സംഭവിക്കുക, ഇലക്ട്രോൺസ് ഉണ്ടാവുന്ന അല്ലേ. അത് ആനോഡിൽ ലോസ് ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടായി, ആ ഇലക്ട്രോൺസ് രണ്ടെണ്ണം പുറത്തേക്ക് പോകാൻ നിൽക്കുന്നു. ആനോഡിൽ ഇലക്ട്രോൺസ് ലോസ് ഉണ്ടാവും. ഇലക്ട്രോൺസ് ലോസ് ആണ് നമ്മൾ പറയുന്നവരാണ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. നമ്മൾ എന്താ പറയുക, ഓക്സിഡേഷൻ എന്ന് പറയും. ഇനി അടുത്തത് കാഥോഡ്. കാഥോഡിൽ എന്താ, നമുക്ക് Ag+ഉം ആ ഇലക്ട്രോൺസ് തമ്മിൽ കൂടി ചേർന്ന് Ag ആയിട്ട് മാറി. അപ്പൊ റിഡക്ഷൻ അല്ലേ, സോറി, ദാറ്റ് മീൻസ് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോൺസിനെ റിസീവ് ചെയ്തു. ആ പ്രോസസ് നമ്മൾ പറയുന്നവരാണ് റിഡക്ഷൻ എന്ന് പറയും. അപ്പൊ നമുക്ക് അവിടെ എന്തൊക്കെ നടക്കുന്നുണ്ട്, ഓക്സിഡേഷനും ഉണ്ട്, റിഡക്ഷനും ഉണ്ട് അല്ലേ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു മക്കളെ, നമ്മൾ നേരെ അതെവിടേക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നു, നോൺസ്റ്റ് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാൻ പോകണ്ട. എവിടേക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നു, നോൺസ്റ്റ് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നു. അപ്പൊ നോൺസ്റ്റ് ഇക്വേഷൻ എന്താ പറയുന്നത്, E cell equal to E naught cell, E cell equal to E naught cell മൈനസ്, അവിടെ മൈനസ് ചാനൽ, മൈനസ് ചാനൽ മൈനസ് 0.059. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നോൺസ്റ്റ് ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് ഇക്വേഷൻസ് ആണ് ഡിവൈഡഡ് ബൈ, ഇവിടെ n ആയിരുന്നു. n എന്താണ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ലേ. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്ര ഉണ്ട്, നമുക്ക് 2 ഉള്ളൂ. അപ്പൊ നമ്മൾ n മാറ്റി അവിടെ നമ്മൾ എന്ത് അപ്ലൈ ചെയ്തു, 2 അപ്ലൈ ചെയ്തു കേട്ടോ. 0.059 ഡിവൈഡഡ് ബൈ n ആയിരുന്നു. n എന്താണ്, നമുക്ക് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 2 ആയതുകൊണ്ട് നമ്മൾ അവിടെ n കളഞ്ഞ് എന്ത് ചെയ്തു, അവിടേക്ക് 2 ആഡ് ചെയ്തു. ലോഗിൽ എന്താ നമുക്ക് ഇവിടെ, ലോഗില് കോൺസെൻട്രേഷൻ ഓഫ് Cu2+ ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് Ag അല്ലേ, കോൺസെൻട്രേഷൻ ഓഫ് Ag2+ അല്ലേ. ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മുടെ നോൺസ്റ്റ് ഇക്വേഷനിലേക്ക് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുമ്പോൾ, നമ്മൾ ഒരു സെല്ല്, ഒരു ഏതാണ് തന്നിരിക്കുന്ന സെല്ല്, ആ സെല്ല് നമ്മൾ എന്ത് ചെയ്യുന്നു, നോൺസ്റ്റ് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ വേണം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ടാ. നോൺസ്റ്റ് ഇക്വേഷൻ എഴുതുന്ന പോലെ അല്ല ഇത്. നോൺസ്റ്റ് ഇക്വേഷൻ ആണെങ്കിൽ എങ്ങനെ വരും, നമുക്ക് E cell is equal to E naught cell minus 0.059 divided by n log concentration of m divided by concentration of mn plus. ആ ഇക്വേഷൻ നമ്മൾ എഴുതാറുണ്ട്. അതിലേക്ക് നമ്മൾ എന്ത് അപ്ലൈ ചെയ്ത് കൊടുത്തു, നമ്മൾ നമ്മുടെ തന്നിരിക്കുന്ന എക്സാമ്പിൾ ഏതാണോ ആ എക്സാമ്പിൾ നമ്മൾ അവിടെ കൊടുത്തു. അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്ത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ 4th ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചോളൂ. നോൺസ്റ്റ് ഇക്വേഷൻ മസ്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഓക്കെ, ദെൻ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. സോ നെക്സ്റ്റ് 5th ക്വസ്റ്റ്യൻ ആണ്. 5th ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്, 5th ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, നമുക്ക് ഒന്ന് ക്വസ്റ്റ്യൻ ഓടിച്ച് വായിച്ചു നോക്കാം. നമുക്ക് the limiting molar conductivity of an electrolyte is obtained by adding the limiting molar conductivities of cations and anions of the electrolyte അല്ലേ. നമുക്കറിയാം സമ്മാണെന്ന് അറിയാം അല്ലേ, അതായത് ആനോൺസിന്റെയും കാറ്റോൺസിന്റെയും സമ്മൊക്കെ നമ്മൾ എടുക്കാറുള്ളതാണ്. then what is the above law, that means name the above law, എന്താണ് മുകളിൽ പറഞ്ഞിരിക്കുന്നതുമായി ബന്ധപ്പെട്ട ലോ എന്ന് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, what is meant by limiting molar conductivity, എന്താണ് limiting molar conductivity. then C എന്ന് പറയുന്നത് explain how conductivity measurement help to determine the ionization constant of weak electrolyte
ലൈക്ക് അസറ്റിക് ആസിഡ് അല്ലേ, നമുക്ക് വീക്ക് ഇലക്ട്രോലൈറ്റ് അറിയാതാണ് അസറ്റിക് ആസിഡ് അല്ലേ. സോ ഡി എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ ചേഞ്ച് ഓഫ് കണ്ടക്ടിവിറ്റി ആൻഡ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് എ സൊല്യൂഷൻ വിത്ത് ഡൈല്യൂഷൻ. ഇത്രയുമാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓക്കെ, അതായത് എന്ന് നമുക്കവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടിട്ടുണ്ട്, ആ സ്റ്റേറ്റ്മെന്റ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഇത്രയും ക്വസ്റ്റ്യൻസ് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്തോളും, ഈ ക്വസ്റ്റ്യൻസ് മസ്റ്റ് ആയിട്ട് ആൻസർ ചെയ്ത് വെക്കാം. സോ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് ആവും നെയിം ദ എബവ് ലോഡ് പറഞ്ഞിട്ടുണ്ട്. ബി എന്താണ്, നമുക്ക് അതിന്റെ ലിമിറ്റ് മോളാർ കണ്ടക്ടിവിറ്റി അതിന്റെ ബേസ് കൊണ്ട് നമ്മൾ പറയണം. സോ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ലോയിലേക്ക് ഏതാ ലോ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം അല്ലെ, എന്തായിരിക്കും നമുക്ക് ആനയോൺസും കാറ്റയോൺസും വന്നു കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ട് അതെന്തായിരിക്കുള്ളൂ, കോളറാഷസ് ലോ ആയിരിക്കുള്ളൂ. എന്തായിരിക്കുള്ള ലോ എന്ന് പറയുന്നത് കോളറാഷസ് ലോ ആണ്. ദെൻ അവിടെ നമുക്ക് വാട്ട് ഈസ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, ദ മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് എ സീറോ കോൺസെൻട്രേഷൻ, ദ മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് എ സീറോ കോൺസെൻട്രേഷൻ ഓർ ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ, അതായത് സീറോ കോൺസെൻട്രേഷനിലോ ഇൻഫിനിറ്റ് ഡൈല്യൂഷനുള്ള മോളാർ കണ്ടക്ടിവിറ്റി നമ്മൾ പറയുന്നവരാണ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. നമ്മളതിനാ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ കേട്ടോ. അപ്പോൾ ഓർത്ത് വെച്ചോളണം എന്താണ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി, എന്താണ് കോളറാഷസ് ലോ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്തതിലേക്ക് പോകുന്നു. നമ്മൾ ബൈ knowing the molar conductivity of a particular concentration and limiting molar conductivity, we can calculate the dissociation constant of weak acid by the equation. Okay, so അത് നമുക്ക് സിയുടെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാൻ വേണമെങ്കിൽ ഒന്നും കൂടെ സിയുടെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, എക്സ്പ്ലെയിൻ ഹൗ കണ്ടക്ടിവിറ്റി മെഷർമെന്റ് ഹെൽപ്പ് ടു ഡിറ്റർമൈൻ ദ അയണൈസേഷൻ കോൺസ്റ്റന്റ് അല്ലേ. നമുക്ക് എന്തുണ്ട്, നമുക്കൊരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ ഈ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ അയണൈസേഷൻ, അതായത് നമുക്ക് എന്ത് അയണൈസേഷൻ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കണം. നമുക്ക് അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന കോളറാഷസ് ലോ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കോളറാഷസ് ലോയുടെ ഒരു ആപ്ലിക്കേഷൻ ആണത്. അത് എങ്ങനെയാണ് എഫക്റ്റ് ആവുന്നതാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. നമുക്ക് എങ്ങനെ പറയുന്നത്, നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ആൻസറിലേക്ക് പോയി നമ്മൾ എന്താ പറയുന്നത്, ബൈ നോയിങ് ദ മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് എ പർട്ടിക്കുലർ കോൺസെൻട്രേഷൻ അല്ലേ. നമുക്ക് എന്ത് ചെയ്യാനായിട്ട് അതിന്റെ ഒരു മോളാർ കണ്ടക്ടിവിറ്റി അറിയണം അല്ലേ, ആൻഡ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ഓക്കെ, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. സോ വി ക്യാൻ കാൽക്കുലേറ്റ് ദ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് എ വീക്ക് ആസിഡ് ബൈ ദ ഇക്വേഷൻസ്. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. സോ നമ്മൾക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ദാറ്റ് മീൻസ് ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് വരാം, ഫോർത്ത് സബിലേക്ക് വരാം. നമുക്ക് for both strong and weak electrolyte the conductivity always decreases with dilution അല്ലേ. ഇപ്പൊ രണ്ട് കണ്ടക്ടിവിറ്റി, അതായത് നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ള, അതായത് നമ്മൾ പറഞ്ഞിരിക്കുന്ന സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആയാലും വീക്ക് ഇലക്ട്രോലൈറ്റ് ആയാലും കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഓൾവേസ് എന്തിന്റെ ഡൈല്യൂഷൻ കൂടുന്നതനുസരിച്ചുകൊണ്ട് ഡൈല്യൂഷൻ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് പറയും, നമുക്ക് നോക്കി കണ്ടക്ടിവിറ്റി ഓൾവേസ് ഡിക്രീസ് വിത്ത് ഡൈല്യൂഷൻ. ഡൈല്യൂഷൻ കൂടി കഴിയുമ്പോൾ കണ്ടക്ടിവിറ്റി എന്തെങ്കിലും കുറയുകയാണ് ചെയ്യുക കേട്ടോ. അത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആയാലും വീക്ക് ഇലക്ട്രോലൈറ്റ് ആയാലും ശരി, നമുക്ക് എന്താ പറയാ, നമുക്ക് ഡൈല്യൂഷൻ, അതായത് അതിനകത്തേക്ക് നമ്മൾ എത്രമാത്രം വാട്ടറോ എന്തെങ്കിലും ആഡ് ചെയ്യുന്നതനുസരിച്ച് ഇത് കുറഞ്ഞുകൊണ്ടിരിക്കും, അതിന്റെ കണ്ടക്ടിവിറ്റി കുറയുന്നുണ്ട് അല്ലേ. ദിസ് ബിക്കോസ് ദ ഡൈല്യൂഷൻ ഇൻക്രീസസ്, the number of ions per unit volume decreases and hence the conductivity decreases. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അതിന്റെ ഡൈല്യൂഷൻ ആക്കുന്നതനുസരിച്ച് അതിന്റെ പാർട്ടിക്കിൾസിന്റെ എണ്ണം എന്തുണ്ട്, ഡിക്രീസ് ചെയ്യുക. ഡൈല്യൂഷൻ ആക്കുന്നതനുസരിച്ച് അതിനകത്തുള്ള പാർട്ടിക്കിൾസിന്റെ എണ്ണം ഡിക്രീസ് ആകും. അങ്ങനെ ഡിക്രീസ് ആയി കഴിഞ്ഞാൽ കണ്ടക്ടിവിറ്റി ഡിക്രീസ് ആണ് ചെയ്യുക. The molar conductivity increases with the dilution of both strong and weak electrolyte. മോളാർ കണ്ടക്ടിവിറ്റി ആണെങ്കിലോ നേരെ തിരിച്ചാണ് കേട്ടോ. മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ഇൻക്രീസസ് വിത്ത് ഡൈല്യൂഷൻ ഓഫ് ബോത്ത് സ്ട്രോങ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ്. അതായത് നമ്മുടെ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആയാലും വീക്ക് ഇലക്ട്രോലൈറ്റ് ആയാലും ഡൈല്യൂഷൻ കൂടുന്നതനുസരിച്ചുകൊണ്ട് മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുക. ദിസ് ഈസ് ഡ്യൂ ടു ദ ഇൻക്രീസ് ദ അയോണിക് മൊബിലിറ്റി ഓഫ് എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആൻഡ് ഇൻക്രീസ് ദ degree of dissociation of weak electrolyte അല്ലേ. എന്താ പറയുന്നത്, this is due to the increase the ionic mobility. അതായത് എന്താ പറയാ, നമുക്ക് നമ്പർ ഓഫ്, അതായത് ഇലക്ട്രോൺസ് അയോൺസ് ഉണ്ടാവുമല്ലോ ചാർജ് ഉള്ളത്, ഈ അയോൺസിന് എന്തുണ്ട്, അയോൺസിന്റെ ഭാഗത്ത് മറ്റു ഭാഗത്ത് ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാൻ പറ്റും, ദാറ്റ് മീൻസ് മൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്ത് സംഭവിക്കുന്നത്, നമുക്ക് ഇൻക്രീസ് ഇൻ ദ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ വീക്ക് ഇലക്ട്രോലൈറ്റ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത്. കുറച്ച് എന്താ പറയാ, നമ്മളൊന്ന് വളഞ്ഞു തിരിഞ്ഞ ആൻസറിലേക്ക് എത്തുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണിത്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തോളും, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വീണ്ടും ഉണ്ടാകും എന്തുകൊണ്ട് പ്രതീക്ഷിച്ചു നമ്മൾ എന്തിനടുത്ത് ഇത് പഠിച്ചു പോകാനായിട്ട് കേട്ടോ. ഓക്കെ, യെസ് മക്കളെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന അടുത്തൊരു സെല്ല്, ഡാനിയൽ സെൽ അല്ലേ. നമുക്കറിയാം ഗാൽവനിക് സെൽ തന്നെയാണത്. ഗാൽവനിക് സെൽ നമ്മൾ പറയുന്ന ഒരു പേരാണ് ഡാനിയൽ സെൽ അല്ലേ. ഡാനിയൽ സെൽ ഇസ് എ ഗാൽവനിക് സെൽ ഇസ് മെയ്ഡ് സിങ്ക് ആൻഡ് കോപ്പർ ഇലക്ട്രോഡ്. കോപ്പർ ഇലക്ട്രോഡും സിങ്ക് ഇലക്ട്രോഡും രണ്ട് ഇലക്ട്രോഡ് എടുത്തിട്ടുണ്ട്. റൈറ്റ് ആനോഡ് ആൻഡ് കാഥോഡ് റിയാക്ഷൻ ഇൻ ഡാനിയൽ സെൽ. നമുക്ക് എന്ത് ചെയ്തോളാം, ആനോഡിലെയും കാഥോഡിലെയും റിയാക്ഷൻ. ഇവിടെ നമുക്ക് ഡാനിയൽ സെൽ ഏതാ നമുക്കറിയാം, എന്താണ്, സിങ്കും കോപ്പറും അല്ലേ. നോൺ സ്റ്റിക് ഇക്വേഷൻസ് ഫോർ ദ ഇലക്ട്രോഡ് റിയാക്ഷൻ അവിടെ തന്നിട്ടുണ്ട്. Mn plus Ne gives M അല്ലേ.
ഈസ് നമുക്ക് അവിടെ എന്ത് ചെയ്തോളാം, നമുക്ക് ഇക്വേഷൻ അവിടേക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് വേണം, നമുക്ക് അവിടെ നമുക്ക് മസ്റ്റ് ആയിട്ട് അറിയേണ്ട ഒരു കാര്യമുണ്ട്, പഠിക്കേണ്ടത് എന്തൊക്കെയാണ് ഇതിന്റെ ഈ ക്വസ്റ്റിന് ബേസ് ഉണ്ട് പഠിക്കേണ്ട ഒരു കാര്യമുള്ളൂ. ഒന്ന് പറയുന്നത് നമ്മുടെ ഗാൽവനിക്സിൽ എന്താണെന്ന് പഠിക്കണം, ഗാൽവനിക്സ് എല്ലാ റിയാക്ഷൻസ് ആനോഡും ക്യാഥോഡ് റിയാക്ഷൻസ് പഠിക്കണം, ഓവറോൾ റിയാക്ഷൻസ് പഠിക്കണം. കൂടാതെ നമ്മൾ നേൺസ്റ്റ് ഇക്വേഷന്റെ ഡെറിവേഷനും പഠിക്കണം കേട്ടോ. നേൺസ്റ്റ് ഇക്വേഷന്റെ ഡെറിവേഷൻ കംപ്ലീറ്റ് ഡെറിവേഷൻ പഠിക്കേണ്ട, 3-4 സ്റ്റെപ്പെങ്കിലും നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം കേട്ടോ. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്തേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാൻ പോകും, നേരെ ക്വസ്റ്റ്യനിലേക്ക് ആൻസറിലേക്ക് പോവുകയാണ്. ആനോഡും ക്യാവറും എന്താ, നമുക്ക് ആനോഡ് സിങ്ക് ആണെന്ന് അറിയാം, ക്യാവർ എന്തായിരിക്കും നമുക്ക് കോപ്പർ ആണ് അല്ലേ. അപ്പൊ ആനോഡിൽ എന്ത് നടക്കും, നമുക്ക് ആനോഡിൽ ഓക്സിഡേഷൻ നടക്കുന്നു. സിങ്ക് എന്തായിട്ട് മാറി, Zn+2+2 ഇലക്ട്രോൺസ് അല്ലേ. സിങ്കിൽ നിന്ന് 2 ഇലക്ട്രോൺസ് ലോസ് എവിടെ ആകുന്നു, അതാണ് നമ്മൾ എന്ത് പറയുന്നത് ആനോഡ് എന്ന് പറയും. ആ പ്രോസസ് നമ്മൾ പറയുന്നത് ഓക്സിഡേഷൻ എന്ന് പറയും നമ്മളല്ലേ. അപ്പൊ സിങ്കിൽ ഓക്സിഡേഷൻ നടന്നു. ഇനി ക്യാഥോഡ് ഇലക്ട്രോൺസിനെ ആർ റിസീവ് ചെയ്യുന്നു, അവരാണ് നമ്മൾ എന്തായിട്ട് പറയുക, ക്യാഥോഡ് ആയിട്ട് പറയുന്നത്. ഇലക്ട്രോൺസ് റിസീവ് ചെയ്യുന്ന പ്രോസസ് നമ്മൾ എന്ത് പറയും, റിഡക്ഷൻ എന്ന് പറയും അല്ലേ. അപ്പൊ സിങ്ക് നോക്കിയേ, സിങ്ക് ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്തു, അവിടെ ഓക്സിഡേഷൻ നടന്നു. കോപ്പർ എന്ത് ചെയ്തു, ഇലക്ട്രോൺസിനെ റിസീവ് ചെയ്തു, അപ്പൊ എന്തായിട്ട് മാറി, കോപ്പർ ആയിട്ട് മാറി. ഇലക്ട്രോൺസ് റിസീവ് ചെയ്യുന്നത് ആരാണോ അവരാണ് എന്താ, ക്യാഥോഡ്. അപ്പൊ ഇലക്ട്രോൺസ് റിസീവ് ചെയ്യുന്നത് ഏത് ഇലക്ട്രോഡിലാണോ അവിടെ നമുക്ക് എന്ത് നടക്കുക, ഓക്സിഡേഷൻ നടക്കുന്നത് അല്ലേ. അപ്പൊ നമ്മുടെ ആൻസർ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇട്ടിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ഇത്തിരി പ്രശ്നം എന്ന് പറയുന്നത്, ക്യാഥോഡിലും ആനോഡിലും നമ്മൾ എന്ത് അപ്ലൈ ചെയ്തു, നേൺസ്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക കേട്ടോ. ക്യാഥോഡിലും ആനോഡിലും നമ്മൾ എന്ത് ചെയ്തു, നേൺസ്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ ക്യാഥോഡ് ഏതാണ്, ആനോഡ് ഏതാണ്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്യാഥോഡിലേക്ക് പോവാം. അതായത് പൊട്ടൻഷ്യൽ ഓഫ് Cu2 plus bar Cu gives എന്താ പറയാ, സ്റ്റാൻഡേർഡ് പൊട്ടൻഷ്യൽ ഓഫ് Cu2 plus bar Cu, അതായത് ക്യാഥോഡ് കേട്ടോ. അത് രണ്ടും എന്താണ്, നമുക്ക് ക്യാഥോഡ് പൊട്ടൻഷ്യൽ ഓഫ് ക്യാഥോഡ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് പൊട്ടൻഷ്യൽ ഓഫ് ക്യാഥോഡ് പ്ലസ് അല്ലേ, ഇവിടെ മൈനസ് അല്ലേ, പ്ലസ് ആണല്ലേ. അത് വേരിയേഷൻ നോക്കാം നമുക്ക് കേട്ടോ. പ്ലസ് RT ഡിവൈഡ് ബൈ 2F അല്ലേ, RT ഡിവൈഡ് ബൈ 2F ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് Cu2 പ്ലസ് അല്ലേ, കോൺസെൻട്രേഷൻ Cu2 പ്ലസ്. ഇതാണ് നമ്മുടെ ആനോഡിലത്തെ റിയാക്ഷൻ. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇവിടെ എന്ത് തന്നോ അത് തന്നെ ഇവിടെ അപ്ലൈ ചെയ്താൽ മതി നമ്മൾ കേട്ടോ. ഓക്കെ, ഇവിടെ എന്താണ് തന്നിരിക്കുന്നത് അത് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്തു കേട്ടോ, അത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, സോ അടുത്ത നമ്മൾ എന്ത് നമ്മുടെ ആനോഡിലേക്ക് വരാം. ആനോഡ് എന്താണ്, നമുക്ക് സിങ്ക് അല്ലേ. അപ്പൊ Zn2 plus bar Zn അല്ലേ. ഓക്കെ, എന്ത് സംഭവിക്കും, നമുക്ക് നോക്കിയേ മക്കൾ ചിലപ്പോ Zn bar Zn2 plus എന്ന് വരും കേട്ടോ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ, സോ എന്ത് പറയാം, നമുക്ക് സ്റ്റാൻഡേർഡ് പൊട്ടൻഷ്യൽ Zn2 plus bar Zn plus RT divided by 2F log, that means base log കേട്ടോ. ഓക്കെ, കോൺസെൻട്രേഷൻ ഓഫ് Zn2 plus കേട്ടോ. ഇത്രയാണ് നമ്മുടെ ആനോഡിലും ക്യാഥോഡിലും സംഭവിക്കുന്നത് കേട്ടോ. ഓക്കെ, സോ ഇത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, നേൺസ്റ്റ് ഇക്വേഷൻ കേട്ടോ. അപ്പൊ നേൺസ്റ്റ് ഇക്വേഷൻ മസ്റ്റ് ആയിട്ട് പഠിച്ചാലും മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നേൺസ്റ്റ് ഇക്വേഷന്റെ ആ ഡെറിവേഷന്റെ ഒരു 4 സ്റ്റെപ്പ് നമ്മൾ ഓൾറെഡി നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ സ്റ്റെപ്പ് എഴുതി തന്നിട്ടുണ്ട്, ആ 4 സ്റ്റെപ്പ് മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്തോളണം, പഠിച്ചു വെച്ചോളണം കേട്ടോ. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണം. അപ്പൊ 6th ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റഡ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചോളണം കേട്ടോ. ഓക്കെ, സോ അതിന്റെ കണ്ടിന്യൂസ് ആണ് കേട്ടോ. അതായത് നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ഇക്വേഷൻ ഉണ്ടല്ലോ, ഡിറൈവേഷനിൽ പറഞ്ഞിരിക്കുന്നത് നേൺസ്റ്റ് ഇക്വേഷൻ ഫോർ ഡാനിയൽസ് അല്ലേ. സോ അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നേരെ കണ്ടിന്യൂഷനിലേക്ക് പോവുകയാണ്. എന്ത് ചെയ്തു, ഇനി സെൽ പൊട്ടൻഷ്യൽ എന്താണ്, നമുക്ക് ഈ സെൽ അല്ലേ, അതാണ് സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. എന്ത് ചെയ്താൽ മതി, നമുക്ക് നമ്മുടെ ക്യാഥോഡും ആനോഡും അല്ലേ. അതായത് നമ്മൾക്ക് എന്ത് ചെയ്താൽ മതി, നമ്മുടെ ക്യാഥോഡ് നിന്ന് ആനോഡ് കുറച്ചാൽ മതി അല്ലേ. Cu എന്താ പറയുന്നത്, ഈ സെൽ ഈസ് ഈക്വൽ ടു എന്താ പറയുന്നത്, ഈ ക്യാഥോഡ് മൈനസ് ഈ ആനോഡാണ് അല്ലേ. ഈ ക്യാഥോഡ് മൈനസ് ഈ ആനോഡാണ്. അപ്പൊ ക്യാഥോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കോപ്പർ, ദെൻ ആനോഡ് എന്താണ്, നമുക്ക് സിങ്ക് അല്ലേ. അങ്ങനെയാണെങ്കിൽ എന്താ പറയാ, ഈ നോട്ട് Cu2 plus bar Cu plus RT divided by 2F log concentration of Cu2 plus, അതായത് നമ്മൾ ഇതില്ലേ, ഇത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് മൈനസ് അടുത്ത നമുക്ക് കിടക്കുന്നത് ഇതല്ല കിടക്കുന്നത്, അതായത് എന്താണ്, നമുക്ക് കോൺസെൻട്രേഷൻ ഓഫ് അവിടെ കിടക്കുന്ന ഭാഗം എന്ന് പറയുന്നത് നമുക്ക് ഈ ആനോഡ് അല്ലെ, ആനോഡാണ് കിടക്കുന്നത്. ഈ നോട്ട് എന്താ, നമുക്ക് ഈ നോട്ട് ആനോഡ് എന്താ, Zn2 plus bar Z എന്ന് പറഞ്ഞാൽ ആനോഡാണ്, പ്ലസ് RT ഡിവൈഡ് ബൈ 2F ലോഗ് എന്താ Zn കോൺസെൻട്രേഷൻ ഓഫ് Zn2 plus കേട്ടോ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, അത് നമ്മൾ ഒന്നുകൂടെ ചുരുക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, നമുക്ക് ദെൻ സ്റ്റാൻഡേർഡ് കാഥോഡ് അല്ലെ. കാഥോഡ് എന്ന് പറയുമ്പോൾ എന്താണ്, Cu2 plus bar Cu മൈനസ് സ്റ്റാൻഡേർഡ് പൊട്ടൻഷ്യൽ ഓഫ് ആനോഡ് അല്ലെ, എന്താണ് ഈ നോട്ട്, ദെൻ Zn2 plus bar Zn, അതാണ് നമ്മൾ എന്ത് പറയുന്നത്, ആനോഡ് എന്ന് പറയുന്നത് അല്ലെ. ദെൻ കോമൺ ആയിട്ടുള്ള എടുത്തു നമ്മൾ അല്ലെ, കോമൺ ആയിട്ടുള്ള കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി പ്ലസ് RT ഡിവൈഡ് ബൈ 2F
ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് Cu2 പ്ലസ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് Zn2 പ്ലസ് കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം, കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കളഞ്ഞു. ഓറിട്ട് ഇപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഈ സെൽ ഈസ് ഈക്വൽ ടു E0 പ്ലസ് RT ഡിവൈഡ് ബൈ 2F ലോഗ് ബേസ് ലോഗ് ആണ് മക്കളെ കേട്ടോ. ബേസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് Cu2 പ്ലസ് ബാർ കോൺസെൻട്രേഷൻ ഓഫ് Zn2 പ്ലസ് അല്ലേ. എല്ലാം നമ്മൾ എന്താ പറയുക വാല്യൂസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഈ സെൽ ഈസ് ഈക്വൽ ടു അതുപോലെ തന്നെ കേട്ടോ, ഈ സെൽ ഈക്വൽ ടു E0 സെൽ. ഇവിടെ നമ്മൾ RTയുടെയും 2Fന്റെ ഒക്കെ വാല്യൂ നമ്മൾ കൊടുക്കേണ്ട. ആറിന്റെ വാല്യൂ നമുക്ക് എന്താണെന്നറിയാം. അതുപോലെ തന്നെ നമുക്ക് എന്തുണ്ട്, ആറിന്റെ വാല്യൂ എന്ന് പറയുന്നത് 8.314 ആണ്. ഇനി നമുക്ക് എന്തുണ്ട്, അവിടെ ടിയുടെ വാല്യൂ നമുക്കറിയാം 298 കെൽവിൻ ആണ്. ടി എന്താണ്, 290 കെൽവിൻ ആണ്. എഫിന്റെ വാല്യൂ നമുക്കറിയാം, എഫിന്റെ വാല്യൂ എത്ര 96500 ആണ് എന്ന് പറയുന്നത്. നമുക്ക് എഫ് എന്താണെന്ന് അറിയാലോ, ഫാരഡേസ് കോൺസ്റ്റന്റ് ആണ്. അതിന്റെ വാല്യൂ ആണ് 96500 എന്ന് പറയുന്നത് കേട്ടോ. അതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഇടുന്ന എന്തായിരിക്കും എന്നറിയോ, ആ ലാസ്റ്റ് ഇടുന്ന വാല്യൂ എന്ന് പറയുന്നത് നോക്കുക എന്താ 0.0591 കേട്ടോ. എന്താ നമുക്ക് 0.0591, അതായത് നമുക്ക് എന്താ ഈ സെൽ ഈക്വൽ ടു E0 സെൽ പ്ലസ് 0.059 ഡിവൈഡഡ് ബൈ 2. ഈ 2 എന്ന് പറയുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് പറയുന്നത് കേട്ടോ. ഓക്കെ, 2 ലോഗ് ചിലപ്പോൾ 2 എന്ന് പറയാം n വരാറുണ്ട് കേട്ടോ. n ഒന്നും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ലോഗ് നമ്മുടെ ബേസ് ലോഗ് മാറ്റി നോർമൽ ലോഗിലേക്ക് മാറി ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് Cu2 പ്ലസ് ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് Zn2 പ്ലസ് കേട്ടോ. ഇതാണ് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നേരെ ഡയറക്റ്റ് ആയിട്ട് ലാസ്റ്റ് റിയാക്ഷനിലേക്ക് വരാതെ ഈ റിയാക്ഷൻ ചിലപ്പോൾ നമ്മൾ എന്താണ്, ഈ സെൽ ഈസ് ഈക്വൽ ടു E0 സെൽ പ്ലസ് 2.303 RT ഡിവൈഡ് ബൈ 2F ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് Cu2 പ്ലസ് ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് Zn2 പ്ലസ് എഴുതാറുണ്ട്. ഇതിലേക്കും കുഴപ്പമൊന്നുമില്ല. ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നേരെ ഇതിലേക്ക് എത്താവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, നമ്മുടെ ക്വസ്റ്റ്യൻ്റെ സിയുടെ ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. സിയുടെ ആൻസർ ആണ്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്തോളും, നല്ല വൃത്തിയായിട്ട് ക്വസ്റ്റ്യൻസ് പഠിച്ചു വെച്ചോളണം കേട്ടോ. സോ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, നമ്മളിതാ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാൻ പോണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 7th ക്വസ്റ്റ്യൻ അല്ലേ. വി ക്യാൻ കൺസ്ട്രക്ട്, നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നമ്മളൊരു ഗാൽവനിക് സെല്ലിന്റെ കൺസ്ട്രക്ഷൻ ആണ് പറയുന്നത്. ഓക്കെ, വി ക്യാൻ കൺസ്ട്രക്ട് innumerable numbers of galvanic cells on the pattern of Daniell cell by taking combination of different half cells. അതായത് നമ്മൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കുറെ ആനോഡും ക്യാഥോഡും എടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, ഒരു ബാറ്ററി ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. ഒരു ബാറ്ററി കുറെ ബാറ്ററി ഉണ്ടാക്കാൻ പോകുന്നു. ഓക്കെ, അതിൽ വാട്ട് ഈസ് ഗാൽവനിക് സെൽ, എന്താണ് ഗാൽവനിക് സെൽ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ബി, നെയിം ദ ആനോഡ് ആൻഡ് ക്യാഥോഡ് യൂസ് ദ Daniell cell. ക്യാഥോഡിലെയും ആനോഡിലെയും ഗാൽവനിക് സെല്ലിന് ആനോഡും ക്യാഥോഡും ഏതാണ്. ഇനി സി എന്ന് പറയുന്നത് നെയിം ദ സെൽ റെപ്രസെന്റഡ് ബൈ PT എന്ന് പറയാ H2 അല്ലെ, അത് പ്ലാറ്റിനം, അതുപോലെ തന്നെ ഹൈഡ്രജൻ H+. ആ ഒരു എന്താ പറയാ സെൽസ് റെപ്രസെന്റേഷൻ റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ദ കൺവെൻഷൻ വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഓഫ് ദ എബോവ് സെൽ അറ്റ് ഓൾ ടെമ്പറേച്ചർ. അതിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്. ഓക്കെ, ഒരു സിമ്പിൾ ആൻസർ ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ, റൈറ്റ് ദ യൂസ് ഓഫ് ദ എബോവ് സെൽ. മുകളിൽ പറയുന്ന സെല്ലിന്റെ എന്തെങ്കിലും എന്താ പറയാ യൂസ് ചെയ്താനായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് അവിടെ റൈറ്റ് ദ യൂസ് ഓഫ് എബോവ് സെൽ, അവിടെ യൂസ് എന്ന് പറയുമ്പോൾ സിംഗുലർ ആണ് അല്ലെ, ഒരു യൂസ് മാത്രം എഴുതിയാൽ മതി. യൂസസ് എന്ന് പറയുമ്പോഴാണ് നമ്മൾ കുറെ എഴുതേണ്ടത്. യൂസ് ഒന്നോ രണ്ടെണ്ണം നിങ്ങൾക്ക് അറിയാവുന്ന 2 അവിടെ റെപ്രസെന്റ് എഴുതി വെച്ചോളൂ കേട്ടോ. ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോണ്. വാട്ട് ഈസ് ഗാൽവനിക് സെൽ, എന്താ ഗാൽവനിക് സെൽ എന്ന് പറഞ്ഞത്. ഇറ്റ് ഇസ് എ ഡിവൈസ് ദാറ്റ് കൺവേർട്ട് കെമിക്കൽ എനർജി സം റിഡോക്സ് റിയാക്ഷൻ ടു ഇലക്ട്രിക്കൽ എനർജി. അതായത് ഒരു കെമിക്കൽ എനർജിയെ അവിടെ റിഡോക്സ് റിയാക്ഷൻ നടത്തിക്കൊണ്ട്, എന്താ റിഡോക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കൾ അവിടെ ഒരു 1 word ക്വസ്റ്റ്യൻ വരാം. വാട്ട് ഇസ് റിഡോക്സ് റിയാക്ഷൻ, അതായത് ഒരു റിയാക്ഷനിൽ ഹാഫ് ഓക്സിഡേഷനും ഹാഫ് റിഡക്ഷനും ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ പറയുന്നവരാണ് റിഡോക്സ് റിയാക്ഷൻ കേട്ടോ. ഹാഫ് ഓക്സിഡേഷനും ഹാഫ് റിഡക്ഷനും നമ്മൾ അതിനെ പറയുന്നവരാണ് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയാം അല്ലെ. ഓക്കെ, സോ അപ്പൊ റിഡോക്സ് റിയാക്ഷൻ നടന്നുകൊണ്ട് എന്തുണ്ടാവും, നമുക്ക് കെമിക്കൽ എനർജിയെ എന്താക്കി മാറ്റും, നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്നു. ഓക്കെ, ഹാഫ് ഓക്സിഡേഷൻ അതായത് ഹാഫ് ഓക്സിഡേഷനും ഹാഫ് റിഡക്ഷൻ നടക്കുന്ന പ്രോസസ് നമ്മൾ പറയുന്നതാണ് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയും. അപ്പോൾ ഒരു റിഡോക്സ് റിയാക്ഷൻ നടന്നുകൊണ്ട് കെമിക്കൽ എനർജി നമ്മൾ എന്താക്കി മാറ്റുന്നു, ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മൾ പറയുന്നവരാണ് എന്താ ഗാൽവനിക് സെൽ എന്ന് പറയുന്നത് കേട്ടോ. സോ അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോവാം. ബി, നെയിം ദ ആനോഡ് ആൻഡ് ക്യാഥോഡ് യൂസ് ഇൻ ദ Daniell സെൽ. ഓക്കെ, Daniell സെൽ യൂസ് ചെയ്യുന്ന ആനോഡും ക്യാഥോഡും ഏതാണ്. ഓക്കെ, നമുക്കറിയാം അല്ലെ, ആനോഡും ക്യാഥോഡും. നോർമലി ഒരു Daniell സെല്ലാണെങ്കിൽ സിങ്കും കോപ്പറും ആണ് എന്താ പറയുക നമ്മളവിടെ വെക്കുന്ന ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. അപ്പൊ സിങ്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും, നമുക്ക് സിങ്ക് ആനോഡായിട്ടും ദെൻ കോപ്പർ നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നു, കോപ്പർ നമ്മൾ ക്യാഥോഡായിട്ട് ഉപയോഗിക്കും കേട്ടോ. ഇനി സിങ്ക്
ആനോഡ് എന്തിലാണ് ഡിപ്പ് ചെയ്തിരിക്കുക? ആനോഡിന്റെ സൾഫേറ്റ് സൊല്യൂഷൻ അല്ലേ. ഇപ്പൊ സിങ്ക് ആണെങ്കിൽ സിങ്കിന്റെ സൾഫേറ്റ് സൊല്യൂഷനിലായിരിക്കും എന്ത് ഡിപ്പ് ചെയ്തിരിക്കുന്നത്? സിങ്കിന്റെ സൾഫേറ്റ് സൊല്യൂഷനിലായിരിക്കും സിങ്ക് ഡിപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പൊ സിങ്കിന്റെ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് സിങ്ക് സൾഫേറ്റ് ആയിരിക്കുള്ളൂ കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? കോപ്പർ ആണ്, CU ആണ് വിചാരിക്കുക. കോപ്പറിന്റെ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്ക് കോപ്പർ സൾഫേറ്റ് ആയിരിക്കുള്ളൂ, CuSO4 ആയിരിക്കുള്ളൂ കേട്ടോ. ഓക്കെ, സോ ദെൻ അടുത്ത നമ്മൾ എവിടേക്ക് പോകുന്നു? അടുത്ത ക്വസ്റ്റിലേക്ക് പോകുന്നുണ്ട്. അതായത് എന്ത് പറയുന്നത്? സിയിലാണ്. നെയിം ദ സെൽ റെപ്രസെന്റഡ് ബൈ PtH2H+ അല്ലെ, അതായത് കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നോക്കിയേ. നെയിം ദ സെൽ റെപ്രസെന്റഡ് ബൈ PT പ്ലാറ്റിനം, H2 ഗ്യാസ് കൊടുക്കും. പ്ലാറ്റിനം വയർ തൂക്കിയിട്ടിരിക്കുന്നു, H2 ഗ്യാസ് കൊടുക്കുന്നു. അതിന്റെ മോളർ കണ്ടക്ടൻസ് എന്താണ്? H+ എന്ന് പറയുന്ന മോളർ കണ്ടക്ടൻസ് എന്താണ്? 1 മോളാർ ആണെന്നൊക്കെ പറയുന്ന സംഭവം നമ്മൾ പഠിക്കുന്നുണ്ട്. അതെന്താണ്? നമുക്ക് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് അല്ലെ. എന്താണ്? നമുക്ക് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ആണ് ഷീ എന്ന് പറയുന്നത് നമ്മൾ കേട്ടോ. എന്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഷീ ആണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ആണ് കേട്ടോ. ഇനി അടുത്ത നമുക്ക് എന്താണ് വേണ്ടത്? നെക്സ്റ്റ് വൺ, അക്കോർഡിംഗ് ടു ദ കൺവെൻഷൻ വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഓഫ് എബവ് ദ സെൽ അറ്റ് ഓൾ ടെമ്പറേച്ചർ? അതായത് ഷീയുടെ പൊട്ടൻഷ്യൽ എത്ര നമ്മൾ കൺസിഡർ ചെയ്യുക? ഷീയുടെ പൊട്ടൻഷ്യൽ നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യുന്നത് ആസ് 0. എത്ര? നമുക്ക് 0 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക കേട്ടോ. സോ അടുത്തതിലേക്ക് നമ്മൾ പോവുകയാണ്. എന്താ പറയുന്നത്? റൈറ്റ് ദ യൂസസ് ഓഫ് എബവ് ദ സെൽ അല്ലേ. എന്താ നമുക്ക് പറഞ്ഞിരിക്കുന്നത്? എബവ് ദ സെൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഷീഡയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എന്താ? ഫോർ ഡിറ്റർമൈൻ ദ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ദ ഇലക്ട്രോഡ് അല്ലെ. നമ്മൾക്ക് എടുക്കുന്ന ഓരോ ഇലക്ട്രോഡിന്റെയും, നമ്മൾ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ഓരോ ഇലക്ട്രോഡിന്റെയും, അപ്പൊ കാഥോഡിന്റെ ആയാലും ശരി ആനോഡിന്റെ ആയാലും ശരി, അതിൻ്റെ ഒക്കെ അതിന് എത്രമാത്രം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു മെഷർമെന്റ് സിസ്റ്റം ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഡിവൈസ് ആയിട്ട് നമുക്ക് എന്തിനെ കൺസിഡർ ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മുടെ ഷീനെ കൺസിഡർ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഷീ എന്ന് പറയുന്നത് ഫോർ ഡിറ്റർമൈൻ ദ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ആൻ ഇലക്ട്രോഡ് കേട്ടോ. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് എന്ത് പറയുന്നത്? നമ്മുടെ ഷീയുടെ യൂസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ 7th ക്വസ്റ്റ്യൻ എന്ത് പറയാ? റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്, കുറച്ചധികം തവണ ചോദിച്ച ക്വസ്റ്റ്യൻ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തോളാം മക്കളെ? എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ക്വസ്റ്റ്യൻസ് പഠിച്ചു വെച്ചോളണം കേട്ടോ. സോ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാൻ പോകുന്നു നമ്മൾ. സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാൻ നമുക്ക്. സോ അവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? നമുക്ക് ഷീയുടെ ഡയഗ്രം തന്നിട്ടുണ്ട് അല്ലേ. ഡിസ്ക്രൈബ് about the standard hydrogen electrode. ഷീനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. The EMF of the cell obtained by coupling an electrode with she. നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഇലക്ട്രോഡ് ആരുമായിട്ട് കപ്ലിംഗ് ചെയ്യുന്നു? ഷീയുമായിട്ട് കൂട്ടിച്ചേർക്കുന്നു അല്ലെ. വാസ് അതിന്റെ എന്താണ്? നമുക്ക് വോൾട്ട് കണ്ടിട്ടുണ്ട്, 1.37 വോൾട്ട് ഉണ്ട്. ഇനി ഇഫ് ഷീ ഇസ് ദ എബവ്, നോക്കുക അവിടെ, ഇഫ് ഷീ ഇസ് ദ പോസിറ്റീവ് ഇലക്ട്രോഡ്, ഷീ എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? പോസിറ്റീവ് ഇലക്ട്രോഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഫൈൻഡ് ദ പൊട്ടൻഷ്യൽ ഓഫ് ദ ഗീവൺ ഇലക്ട്രോഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്തോളണം? ഇതിന്റെ നമ്മൾ ഇതുമായി കണക്ട് ചെയ്തിരിക്കുന്ന ഇലക്ട്രോഡ് ഇല്ലേ, ആ ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ എത്രയാണ് അത് കണ്ടുപിടിക്കുന്നത് നമുക്ക് കേട്ടോ. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? ആൻസറിലേക്ക് പോകാം നമുക്ക്. ഓക്കെ, ഷീ എന്ന് പറയുന്നത്, ഷീ കൺസിസ്റ്റ് ഓഫ് എ പ്ലാറ്റിനം ഇലക്ട്രോഡ് കോട്ടഡ് വിത്ത് എ പ്ലാറ്റിനം ബ്ലാക്ക്. The electrode is dipped in an acidic solution of a 1 molar concentration and pure hydrogen gas at 1 bar pressure at 290 Kelvin is bubbled through it. It is represented as a PtH2H+. അതായത് വേറൊന്നുമല്ല, നമ്മൾ എന്തെടുത്തിരിക്കുന്നു? ഷീ എന്ന് പറയുന്നത് ഒരു പ്ലാറ്റിനം ഇലക്ട്രോഡ് ഒരു പ്ലാറ്റിനം വയറിൽ തൂക്കിട്ടിരിക്കുക അല്ലെ. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? അത് എവിടെയാണുള്ളത്? നമുക്ക് 1 മോളാർ കോൺസെൻട്രേഷനുള്ള സൊല്യൂഷനാണ് കിടക്കുന്നത്. ഇനി അതിനകത്ത് എന്തുണ്ട്? 1 ബാർ പ്രഷറിൽ ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ട്. എത്ര ടെമ്പറേച്ചറിൽ കൊടുത്തിരിക്കുന്നത്? 298 കെൽവിൻ ടെമ്പറേച്ചറിലാണ് ഇതിനകത്തുള്ളത് അല്ലേ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? അതിനെ നമ്മുടെ ഷീ എന്ന് പറയുമ്പോൾ എങ്ങനെ ഇരിക്കുള്ളൂ എന്ന് പറയുന്നത്? ഷീനെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? Pt⁻H2⁻H+ കേട്ടോ. ഓക്കെ, PT എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് പ്ലാറ്റിനം സോളിഡ് ഫോമിലാണ് അണസ് വരുന്നത്. H2 എന്താണ്? നമുക്ക് ഗേഷ്യസ് ഫോമിലാണ്, അത് നമുക്ക് G വന്നിരിക്കുന്നത്. ഇനി H+ ആണെങ്കിലും അസിഡിക് ആണെങ്കിലും അത് എന്തായിരിക്കും? നമുക്ക് അക്വസ് ഫോമിലാണ്, അത് നമുക്ക് എന്തിരിക്കുന്നത്? AK വന്നിരിക്കുന്നത് കേട്ടോ. ഇനി അവിടെ എന്താ നടക്കുന്നത്? ബൈ കൺവെൻഷൻ ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ഷീ ഇസ് ടേക്കഡ് ആസ് എ 0. നമ്മൾ എന്ത് പറയുന്നത്? നോർമലി ശരിക്കും 0 അല്ലെങ്കിൽ നമ്മൾ നോർമലി എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്? 0 ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ടു ഡിറ്റർമൈൻ ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ആൻ ഇലക്ട്രോഡ് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നത്? ഇത് വൺ സൈഡ് കീപ്പ് ചെയ്ത് നമ്മുടെ ഓപ്പോസിറ്റ് നമ്മൾ എന്താണ് എടുക്കുന്നത്? നമുക്ക് ഏതിൻ്റെയാണോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണുന്നത് ആ കണ്ടുപിടിക്കേണ്ട പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കേണ്ട ഇലക്ട്രോഡ് വെക്കും നമ്മൾ അല്ലേ. ഇറ്റ് ഈസ് കണക്റ്റഡ് ഇൻ എ സീരീസ് വിച്ച് with the standard hydrogen electrode and the EMF as a resulting cell determined by the equation. നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് അതങ്ങനെ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏതാണോ നമ്മൾ കണ്ടുപിടിക്കേണ്ട നമ്മുടെ അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് അതിനെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആര് സഹായിക്കുന്നുണ്ട്? ഷീ സഹായിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? E0 സെല്ല്
ഓക്കെ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ ഇ ആർ മൈനസ് ഇ നോട്ട്, അതായത് മീൻസ് എന്താ പറയുക ഇ നോട്ട് ആർ മൈനസ് ഇ നോട്ട് എൽ, അതായത് നമ്മൾ ഏതാണോ കണ്ടുപിടിക്കേണ്ടത് ആ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻസ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ദാ നമ്മുടെ പ്രോബ്ലത്തിലേക്ക് പോകും നമ്മൾ. എന്താ since she is the positive electron, ഇവിടെ നമുക്ക് എന്താണ്, നമുക്ക് പോസിറ്റീവ് ഇലക്ട്രോഡ് ആണ് അല്ലേ. ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ദ ആർ, അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ എവിടേക്ക് കണക്ട് ചെയ്തിരിക്കാൻ പോകുന്നത് പോസിറ്റീവ് സൈഡ് ആണെങ്കിൽ നമ്മളത് റൈറ്റ് ഹാൻഡ് സൈഡ് ആയിരിക്കുള്ളൂ കേട്ടോ. പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡ് ആയിരിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ നോട്ട് സെൽ നമ്മുടെ ഇക്വേഷനില്ലേ, മുമ്പ് പഠിച്ചൊരു ഇക്വേഷൻ നമ്മൾ ആ ഇക്വേഷനിലൂടെയൊക്കെ കൊണ്ടുവരാം. എന്തായിട്ട് മാറി, ഇ നോട്ട് സെൽ ഈക്വൽ ടു ഇ നോട്ട് ആർ മൈനസ് ഇ നോട്ട് എൽ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇ നോട്ട് ആർ മൈനസ് ഇ നോട്ട് എൽ, അതായത് എന്താണ് നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലോ ഇ നോട്ട് കാഥോഡ് മൈനസ് ഇ നോട്ട് ആനോഡ് എന്നൊരു ഇക്വേഷൻ ഇല്ലേ, അതുപോലത്തെ ഇക്വേഷൻ ആണ്. അത് തന്നെയാണിത്, ഇ നോട്ട് ആർ മൈനസ് ഇ നോട്ട് എൽ. ഓക്കെ അങ്ങനെയാണെങ്കിൽ 1.37 ഈക്വൽ ടു എന്താ പറയുക, നമ്മുടെ ടോട്ടൽ ചാർജ് കണ്ടില്ലേ 1.37 കണ്ടില്ലേ. 1.37 ഈസ് ഈക്വൽ ടു 0 മൈനസ് ഇ എൽ ആണ് പറഞ്ഞിരിക്കുന്നത്. 1.37 തന്നിരിക്കുന്ന വാല്യൂ ഉണ്ടാ, തന്നിരിക്കുന്ന വാല്യൂസ് ആണ്. 1.37 ഈക്വൽ ടു 0.EL. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, റൈറ്റ് സൈഡിലേക്ക് അല്ല കൊടുത്തിരിക്കുന്നത്. നമുക്ക് റൈറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് വരാം ഇ നോട്ട് എൽ 0 മൈനസ് 37 വരിക. അപ്പൊ 0ൽ നിന്ന് മൈനസ് 0ൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ 0 ഉണ്ട് കേട്ടോ മക്കളെ. ഇ നോട്ട് എൽ ഈക്വൽ ടു 0 മൈനസ് 1.37 വോൾട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആൻസർ എത്ര വരും, നമുക്ക് നമ്മുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഇവിടെ എത്ര വരും, നമുക്ക് 0 മൈനസ് 1.37 എന്ന് വെച്ചാൽ തന്നെ നമുക്ക് 1.37 അല്ലേ. ഓക്കെ പക്ഷെ ഒരു കാര്യമുണ്ട്, അവിടെ എന്ത് വരും, നമുക്ക് ചാർജ് വരും നമുക്ക് കേട്ടോ, അങ്ങോട്ട് മൈനസ് ചെയ്യില്ല ചെയ്യുന്നത്. അപ്പൊ എന്ത് വരും, നമുക്ക് മൈനസ് 1.37 വരും നമുക്ക് കേട്ടോ. എത്ര വരും, നമുക്ക് മൈനസ് 1.37 ആണ് ഇതുവരെ നമുക്ക് അതിന്റെ ആൻസർ വരും കേട്ടോ. മൈനസ് 1.37 വോൾട്ട് ആണ് ആൻസർ വരുന്നത് കേട്ടോ. ഓക്കെ സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റിലേക്ക് നമ്മൾ പോവേണ്ട. ഓക്കെ സോ നെക്സ്റ്റ് ക്വസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബാറ്ററി തന്നെയാണ്. ഇവിടെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യും, നമ്മൾ എക്സ്പ്ലെയിൻ ദ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് H2O2 ഫ്യൂവൽ സെൽ കേട്ടോ. H2O2 ഫ്യൂവൽ സെൽസിന്റെ കൺസ്ട്രക്ഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. റൈറ്റ് ടു മെത്തേഡ് ടു പ്രിവെന്റ് ദ കൊറോഷൻ പ്രിവെന്റ് ചെയ്യുന്ന ഏതെങ്കിലും 2 മെത്തേഡ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഓക്കെ നമ്മൾ കുറെ മെത്തേഡ് പഠിച്ചിട്ടുണ്ട്, അതിൽ ഏതെങ്കിലും 2 മെത്തേഡ് നമ്മൾ പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു, അവിടെ ബാറ്ററി ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആൻസറിലേക്ക് പോകാൻ നമുക്ക് നോക്കിക്കോളൂ കേട്ടോ. ഫ്യൂവൽ സെല്ലിന്റെ ഡയഗ്രാം കൊടുത്തിരിക്കുന്ന നമ്മളെ കൂടെ ഏതാണ്, എക്സ്പ്ലെയിൻ ദ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് H2O2 ഫ്യൂവൽ സെൽ കേട്ടോ. ഫ്യൂവൽ സെല്ലിന്റെ ഡയഗ്രാം കൊടുത്തിരിക്കുന്നത് നമുക്ക് എന്താ, അവിടെ നമുക്ക് H2 ഉണ്ട്, O2 ആനോഡിൽ എന്തുള്ളത്, നമുക്ക് H2 ഗ്യാസ് ഉണ്ട്. കാഥോഡിൽ നമുക്ക് എന്ത് O2 ഗ്യാസ് ഉണ്ട്. അക്വസ് ഇലക്ട്രോലൈറ്റ് അവിടെ കിടക്കുന്നുണ്ട്. നമുക്ക് എന്ത് സംഭവിക്കും, H2O2 നമുക്ക് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് എന്താ വരും, നമുക്ക് H2O2 അല്ലെ, വാട്ടർ മോളിക്യൂൾസ് H2O2 അല്ല H2O വാട്ടർ മോളിക്യൂൾസ് നമുക്ക് ഇവിടെ പുറത്തേക്ക് വരുന്നുണ്ട് അല്ലെ. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയണത്, നമ്മളുടെ ഫ്യൂവൽ സെൽ എന്ന് പറയുന്നത് കേട്ടോ. H2O2 ഫ്യൂവൽ സെൽ എന്ന് പറയുന്നതാണ് നമുക്ക് വേണ്ട. എന്താണ് നമുക്ക് പറയുന്നത്, അതിന്റെ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് H2O2 ഫ്യൂവൽ സെൽ. H2O2 ഫ്യൂവൽ സെൽസിന്റെ കൺസ്ട്രക്ഷനും അതിന്റെ വർക്കിംഗ് ആ പറഞ്ഞിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചോളൂ കേട്ടോ. ഇതിന് എന്തുണ്ട്, H2O2 ഫ്യൂവൽ സെൽ എന്ന് പറയുന്നത് അവിടെ എന്തൊക്കെയുള്ള, നമുക്ക് അവിടെ ഒരു ഹൈഡ്രജൻ ഗ്യാസും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഓക്സിജൻ ഗ്യാസ് നമ്മൾ ഗ്യാസ് ആയിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ അവിടെ എന്തുണ്ടാകും, നമുക്ക് അവിടെ നമുക്ക് ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഒരു സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ നമ്മൾ ഉപയോഗിക്കും കേട്ടോ. ഇലക്ട്രോലൈറ്റ് എന്താ യൂസ് ചെയ്യുന്നത്, സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നമുക്ക് ഒരു കാറ്റലിസ്റ്റ് ഉണ്ട്. നമ്മളോട് ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് പ്ലാറ്റിനോ അല്ലെങ്കിൽ പലേഡിയോ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ പ്ലാറ്റിനോ പലേഡിയോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. D&F ബ്ലോക്ക് എടുത്തപ്പോൾ സഞ്ജയ് സാർ പറഞ്ഞിട്ടുണ്ടായിരിക്കും, D&F ബ്ലോക്കിലെ മിക്ക എലമെന്റ്സ് എന്തായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, നമ്മൾ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എന്താ റീസൺ എന്ന് പറയുന്നത്, ഡിഫറെന്റ് ഓക്സിഡേഷൻ നമ്പർ ഉണ്ട്, കോംപ്ലക്സ് ഫോർമേഷൻസ് ഉണ്ട് അല്ലേ. വേരിയബിൾ ഓക്സിഡേഷൻ നമ്പർ, ഡിഫറെന്റ് ഓക്സിഡേഷൻ നമ്പർ തന്നെയാണ് കേട്ടോ വേരിയബിൾ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ സോ അതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നോർമലി ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്താണ്, ഡി ബ്ലോക്ക് എലമെന്റ്സ് ആർ വൈഡ്ലി യൂസ്ഡ് ഫോർ കാറ്റലിസ്റ്റ് അല്ലേ. ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നോക്കിയേ, ഇതിന്റെ ഓവറോൾ റിയാക്ഷന് മുമ്പ് നമുക്ക് ആനോഡിലും കാഥോഡ് റിയാക്ഷൻ നോക്കാം. നമുക്ക് ആനോഡിലും കാഥോഡും നോക്കാം കേട്ടോ. കാഥോഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, O2 + 2H2O + 4 ഇലക്ട്രോൺസ്, അത് 4OH - ആയി, അത് അക്വസ് ഫോം ആണ്. ഇനി ആനോഡിലാണെങ്കിലോ 2H2 + 4OH gives 4H2O അല്ലെ, +4 ഇലക്ട്രോൺസ് ആയിട്ട് മാറും. ഇനി ഓവറോൾ റിയാക്ഷൻ എടുക്കുകയാണെങ്കിലോ, ഓവറോൾ റിയാക്ഷൻ എടുക്കാൻ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഓവറോൾ റിയാക്ഷൻ H2 ഹൈഡ്രജൻ ഓക്സിജനുമായിട്ട് കുറിച്ച് എന്തായിട്ട് മാറി, വാട്ടർ മോളിക്യൂൾസ് ആയിട്ട് മാറി കേട്ടോ. ഓക്കെ ആനോഡ് റിയാക്ഷൻ കാഥോഡ് റിയാക്ഷൻ എഴുതാൻ കഴിഞ്ഞില്ലെങ്കിൽ മക്കളെ എന്ത് ചെയ്തോളാം, ഓവറോൾ റിയാക്ഷൻ പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, H2 + O2 gives 2H2O കേട്ടോ. കാരണം എന്താണ്, നമുക്ക് റിയാക്ഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഫ്യൂവൽ സെൽസിൽ
റിയാക്ഷൻ കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കുള്ളൂ വാട്ടർ മോളിക്യൂൾസ് ആയിരിക്കും കേട്ടോ. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണത്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അടുത്ത ടോപ്പിക്കിലേക്ക് നമ്മൾ പോവുകയാണ്. ടോപ്പിക് മീൻസ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. വാട്ട് ആർ ദ ഡിഫറെന്റ് മെത്തേഡ് ഫോർ പ്രിവെന്റ് കൊറോഷൻ പ്രിവെന്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് എന്താണെന്ന് അല്ലേ. സോ അതിൽ ഒന്നാമത്തത് ബൈ ഗീവിംഗ് നോൺ മെറ്റാലിക് കോട്ടിംഗ് ഓൺ ദ മെറ്റൽ സർഫസ് വിത്ത് പെയിന്റ് ഓഫ് വാർണിഷ്. നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പെയിന്റ് കൊണ്ടോ അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രീസ് കൊണ്ടോ അല്ലെങ്കിൽ വാർണിഷ് കൊണ്ടോ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഒരു കോട്ടിംഗ് കൊടുക്കാറുണ്ട്. ആ ഒരു മെത്തേഡ് ഉണ്ട്. രണ്ടാമത് ബൈ കോട്ടിംഗ് ദ മെറ്റൽ സർഫസ് വിത്ത് ഇലക്ട്രോ പോസിറ്റീവ് മെറ്റൽസ് ലൈക്ക് സിങ്ക്, മഗ്നീഷ്യം എക്സെട്ര. നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ ഇരുമ്പിന്റെ മുകളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഇരുമ്പിന്റെ മുകളിൽ ഇരുമ്പ് തുരുമ്പെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ മുകളിലായിട്ട് നമ്മൾ സിങ്കിന്റെയോ അല്ലെങ്കിൽ മഗ്നീഷ്യം കോട്ടിംഗ് കൊടുക്കാറുണ്ട്. ഇനി നോർമലി ഇരുമ്പിന്റെ സർഫസിൽ അയണിന്റെ സർഫസിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, സിങ്ക് കൊണ്ട് കോട്ടിംഗ് കൊടുക്കുകയാണെങ്കിൽ ആ പ്രോസസ്സിനെ പറയുന്നവരാണ് ഗാൽവനൈസേഷൻ എന്ന് പറയും കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗാൽവനൈസേഷൻ. ഗാൽവനൈസേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ അയണിന്റെ മുകളിലായിട്ട് അയണിന്റെ സർഫസിലായിട്ട് നമ്മൾ മഗ്നീഷ്യം ഇവിടെ പറയുന്നില്ല, സിങ്ക് കൊണ്ട് മാത്രമുള്ള പ്രോസസ്സ് കേട്ടോ. അയണിന്റെ സർഫസിൽ സിങ്ക് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഒരു കോട്ടിംഗ് കൊടുക്കാറുണ്ട്. ആ കോട്ടിംഗ് കൊടുക്കുന്ന പ്രോസസ്സ് നമ്മൾ പറയുന്നവരാണ് ഗാൽവനൈസേഷൻ എന്ന് പറയും. നമ്മൾ അതിനെ ഗാൽവനൈസേഷൻ കേട്ടോ. സോ അടുത്തിലേക്ക് നമ്മൾ പോവുകയാണ്. സിയിലേക്ക് നമുക്ക് പോവാം. സി ക്വസ്റ്റ്യൻ പറയുന്നത് ബൈ കോട്ടിംഗ് വിത്ത് ആന്റി റസ്റ്റ് സൊല്യൂഷൻ. നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ആന്റി റസ്റ്റ് സൊല്യൂഷൻ, അതായത് റസ്റ്റിംഗ് ഉണ്ടാവാതിരിക്കാനായിട്ടുള്ള സൊല്യൂഷൻ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബൈ കണക്ടിങ് ദ മെറ്റൽസ് വിത്ത് സാക്രിഫിഷ്യൽ ഇലക്ട്രോഡ് ഓഫ് അതർ മെറ്റൽസ് ലൈക്ക് മഗ്നീഷ്യം, സിങ്ക് എക്സെട്ര. ഇത് ഒരു ഗാൽവനൈസേഷൻ ടൈപ്പ് പ്രോസസ് തന്നെയാണ്. വിത്ത് കൊറോഡ്സ് ഇറ്റ് സെൽഫ് ബട്ട് സേവ് ദ അയൺ ഒബ്ജക്ട്. അതായത് നമ്മൾ എന്താ വേറൊരു മെറ്റൽ വെച്ചുകൊണ്ട് അയണിനെ പ്രൊട്ടക്ട് ചെയ്യുക. ഇപ്പൊ എന്ത് സംഭവിക്കും, നമ്മൾ ഏത് മെറ്റൽ കൊണ്ടാണോ അതിനെ കോട്ട് ചെയ്യുന്നത് ആ കോട്ട് ചെയ്യുന്ന മെറ്റൽ ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്, ഓക്സിഡേഷൻ സംഭവിച്ച് നശിച്ചു പോകും കേട്ടോ. അപ്പൊ അയണിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കോട്ട് ചെയ്യുന്ന മെറ്റൽ എന്ത് ചെയ്തു, സാക്രിഫൈസ് ചെയ്തു. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെ പറയുന്നവരാണ് സാക്രിഫിഷ്യൽ മെത്തേഡ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റിലേക്ക് നമ്മൾ പോവുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കൊറോഷൻ? എന്താണ് കൊറോഷൻ അല്ലേ. സോ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഇലക്ട്രോകെമിക്കൽ പ്രോസസ് ഇൻവോൾവ് ഇൻ ദ റെസ്റ്റിംഗ് ഓഫ് അയൺ അല്ലേ. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അയൺ കുറച്ച് ഇമ്പോർട്ടൻറ്റ്, ദാറ്റ് മീൻസ് കൊറോഷൻ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്. അപ്പോൾ അത് ആരും എന്ത് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കേട്ടോ. ഈ ചാപ്റ്ററിൽ ഓൾമോസ്റ്റ് മിക്ക ക്വസ്റ്റ്യൻ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. സോ ആൻസറിലേക്ക് പോകാം. The process of formation of oxides of another, that means other compounds of metal on surface by the action of air, water vapors, carbon dioxide extra. അതായത് നമ്മൾ എന്തുണ്ട്, നമ്മുടെ മെറ്റൽ ഓക്സൈഡ് ആയിട്ട് മാറാം. എപ്പോഴാണ് മെറ്റൽ ഓക്സൈഡ്, നമ്മൾ ഒരു ഇരുമ്പിന്റെ കഷ്ണം എടുത്തു, നമ്മൾ എവിടേക്ക് എടുത്ത് പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് തുരുമ്പിച്ചോയില്ലേ, ആ തുരുമ്പിക്കുന്ന പ്രോസസ്സിന് പറയുന്നതാണ് കൊറോഷൻ എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് തുരുമ്പിക്കുന്നത്, അത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ മോളിക്യൂൾസ്, പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഓക്സിജൻ ഉണ്ട്, അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ ഉണ്ട്, പിന്നെ കുറെ കെമിക്കൽ സബ്സ്റ്റൻസ് ഒക്കെ പുറത്തുണ്ട് അല്ലേ. ഒക്കെ ഇതിന്റെ ഒക്കെ പ്രസൻസിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇരുമ്പ് തുരുമ്പിക്കുന്ന പ്രോസസ്സ് നമ്മൾ പറയുന്നതാണ് കൊറോഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, റെസ്റ്റിംഗ് ഓഫ് അയൺസ് അല്ലേ. ആക്ച്വലി റെസ്റ്റിംഗ് ഓഫ് അയൺ എന്ന് പറയുന്നത് റിഡോക്സ് റിയാക്ഷൻ ആണ് കേട്ടോ. അവിടെ എന്ത് നടക്കുന്നുണ്ട്, ഹാഫ് ഓക്സിഡേഷൻ ഉണ്ട്, ഹാഫ് റിഡക്ഷൻ ഉണ്ട് കേട്ടോ. ഓക്കെ, നോർമലി അയണിലാണ് നമുക്ക് എന്ത് നടക്കുന്നത്, ഈ പറയുന്ന റെസ്റ്റിംഗ് നടക്കണം. അപ്പൊ എന്ത് സംഭവിക്കും, അയൺ നോക്കിയേ 2Fe gives എന്തായിട്ട് മാറും, Fe2+ 4 ഇലക്ട്രോൺസ് ആയിട്ട് മാറി അല്ലെ. Fe2+ 4 ഇലക്ട്രോൺസ് ആയിട്ട് മാറി. അതായത് അവിടെ എന്ത് നടന്നു, ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്തു. ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുന്ന പ്രോസസ് നമ്മൾ എന്ത് പറയും, ഓക്സിഡേഷൻ എന്ന് പറയും അല്ലെ. ഇത് നമുക്ക് നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്തത് സംഭവിച്ച് നമ്മൾ ഓക്സിജനും നമ്മുടെ എന്താ പറയുക അറ്റ്മോസ്ഫിയറിലുള്ള മോളിക്യൂൾസും പ്ലസ് ഇതിന്റെ ഇലക്ട്രോൺസിനെ കുറിച്ച് എന്തായിട്ട് മാറി, നമുക്ക് H2 ആയിട്ട് മാറി അല്ലെ. എന്താണ് നമ്മുടെ അയണിന്റെ പുറമെ എന്ത് സംഭവിക്കും, ഒരു കോട്ടിംഗ് ഉണ്ടാവുകയാണ് ചെയ്യുക. ഈ Fe പ്ലസ് O2 പ്ലസ് 4H+ കൂടെ എന്തായിട്ട് മാറും, Fe2+ ആയിട്ട് മാറി. അത് ഓക്സിഡൈസ്ഡ് ഫോം ആണ് കേട്ടോ. ഓക്സിഡേഷൻ സംഭവിച്ചു, അതാണ് Fe2+ എന്ന് പറയുന്നത്. പ്ലസ് വാട്ടർ മോളിക്യൂൾസ് ആയിട്ട് മാറിയിട്ട് എന്തായിട്ട് മാറും, നമുക്ക് വാട്ടർ മോളിക്യൂൾസ് ആയിട്ട് മാറുന്നുണ്ട്. അതായത് വാട്ടറുമായിട്ട് എന്ത് കൂടി ചേർന്നു, അയൺ കൂടി ചേർന്നിട്ട് എന്തായിട്ട് മാറി, നമുക്ക് അതൊരു ഓക്സൈഡ് ആയിട്ട് മാറി. ആ ഓക്സൈഡ് ആണ് നമ്മൾ എന്ത് പറയുന്നത്, ഫെറിക് ഓക്സൈഡ് എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് നമുക്ക് ഫെറിക് ഓക്സൈഡ് അല്ലെങ്കിൽ ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ് എന്ന് പറയും കേട്ടോ. ഓക്കെ, ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ് ആണ് Fe2O3 ദെൻ H2. അതായത് എക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. എക്സ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസ്, എത്ര വാട്ടർ മോളിക്യൂൾസ് എത്ര വരെ ആകാം ആണ് നമ്മൾ എക്സ് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി അങ്ങനെ ഉണ്ടാകുന്ന പ്രോസസ്സിന് പറയുന്നവരാണ് റസ്റ്റ് എന്ന് പറയും കേട്ടോ. അതായത് നമ്മുടെ ഫെറസ് അയൺസ് ഉണ്ട്, ഫെറസ് അയൺസ് വീണ്ടും ഫർദർ ആയിട്ട് ഓക്സിഡൈസ് ചെയ്ത് എന്നിട്ട് എന്തായിട്ട് മാറും, നമുക്ക് ഫെറിക് ആയിട്ട് മാറും. ഫെറസ് എന്ന് പറയുമ്പോൾ Fe2+ ആണ്, ഫെറിക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കുള്ളൂ Fe3+ ആണ്. എന്തായിട്ട് മാറും, നമുക്ക് ഒരു ഹൈഡ്രേറ്റഡ് അയൺസ് ആയിട്ട് മാറും. എന്തായിട്ട് മാറും, നമുക്ക് ഒരു ഹൈഡ്രേറ്റഡ് അയൺസ്, അതായത് നമുക്ക്
ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ് ആയിട്ട് മാറും. ഓക്കെ, അത് നമ്മൾ പറയുന്നവരാണ് റസ്റ്റ് ഫോർമേഷൻ എന്ന് പറയും കേട്ടോ. അപ്പൊ ഇരുമ്പിൽ മാത്രം, നമ്മുടെ അയണിന് മാത്രം സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ് റസ്റ്റിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ 10ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും, അതായത് 10 ക്വസ്റ്റ്യൻസ് അല്ലേ, നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാ മക്കളും എന്ത് ചെയ്തോളണം, നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നല്ല വൃത്തിയായിട്ട് പഠിച്ചു വെച്ചോളണം. ഓക്കെ, ഡെറിവേഷൻസ് ഒക്കെ പഠിച്ചു, നേൺസ്റ്റ് ഇക്വേഷൻ ഡെറിവേഷൻ പഠിച്ചു വെച്ചോളണം, ഗാൽവനിക് സെൽസിന്റെ ഇക്വേഷൻ പഠിച്ചോളണം, ആനോഡ്, കാഥോഡ്, പ്രൈമറി സെല്ല്, സെക്കൻഡറി സെൽസ്, ഇതെല്ലാം എന്ത് ചെയ്തോളണം, ഇക്വേഷൻസ് ഒക്കെ നല്ല വൃത്തിയായിട്ട് പഠിച്ചു വെക്കാം. അപ്പൊ എല്ലാ മക്കളും നല്ല അടിപൊളിയായിട്ട് എക്സാം എഴുതുക. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ.